Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, തുടർച്ചയായി 206 വെബിനാർ നടത്തുവാൻ ദൈവം നമ്മളെ തുണച്ചതിന് ദൈവത്തിന് സ്തുതി കരയറ്റുന്നു. ഇന്നത്തെ യോഗം ഒരു പാട്ടോടുകൂടിയാണ് സമാരംഭിക്കുന്നത്. ഇന്നത്തെ പാട്ട് ആലപിക്കുന്നത് നമുക്ക് ഏവർക്കും പരിചിതനും പ്രിയങ്കരനുമായ സന്തോഷ് ജോർജ് ജോസഫാണ്. അദ്ദേഹത്തെ പറ്റി ഒരു മുഖവരയുടെ ആവശ്യം ഈ ഫോറത്തിലില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം. എങ്കിലും പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ 1-2 വരികൾ പറയാം. SCME കൂടെ നേതൃത്വത്തിലെത്തിയ ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് ജോസഫ്. അദ്ദേഹത്തിന്റെ ഗാനങ്ങള് ജനകീയ ഗാനങ്ങളാണ്, എന്നാൽ സാമൂഹ്യ ഗാനങ്ങള്, ജനങ്ങളെ ഉണർത്തുന്ന ഗാനങ്ങളാണ് അദ്ദേഹം ആലപിക്കുന്നത്. പ്രത്യേകിച്ച് പാടാം ഒന്നായി എന്നുള്ള പാട്ടിന്റെ ഒരു തുടർച്ചയായിട്ട്, ഒരു സീരീസ് ആയിട്ട് അനവധി ഗാനങ്ങൾ അദ്ദേഹം രചിക്കുകയും എല്ലാം ജനകീയ ഗാനങ്ങൾ വളരെ പോപ്പുലർ ആവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഗാനം രചിക്കുകയും സംഗീതം പകരുകയും പാടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു സംഗീത മ്യൂസിക് സ്ഥാപനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നത്തെ യോഗത്തിലേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരു പാട്ട് പാടാമെന്ന് സമ്മതിച്ചാണ്. എന്റെ റിക്വസ്റ്റ്, അദ്ദേഹം തിരക്കുള്ള ഒരു മനുഷ്യനാണ്, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നടക്കുന്ന സമയങ്ങളാണ്. എന്നാൽ പോലും നമുക്ക് വേണ്ടി ഒരു ഗാനം പാടാമെന്ന് സമ്മതിച്ചു. അദ്ദേഹത്തെ ഈ സമയം ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വിൽസൺ സാർ. ഈ ലൈറ്റർ ടു ലൈറ്റൻ വെബിനാറിന്റെ ഒരു തുടക്കത്തിൽ ഒരു പാട്ട് പാടാനായിട്ട് അവസരം തന്നതിനായി വളരെയധികം നന്ദിയുണ്ട്. ഇവിടെ എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ സുനില, പിന്നെ അമയ, ശ്രേയ, 2 പെൺമക്കൾ, അവരും കൂടെ ഈ പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ട് ഒരു ഛത്തീസ്ഗഡി ഫോക്ക് സോങ് ആണ്. അല്ലാതെ ഒരു ആദിവാസികളുടെ ഒരു പാട്ടാണ്. അവർ ഈ പാട്ട് അവരുടെ സമരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. അതിന്റെ മീനിങ് ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം. ഗാവ് ചോടബ് നഹി, ജംഗൽ ചോടബ് നഹി, മായി മാട്ടി ചോടബ് നഹി, ലഡായി ചോടബ് നഹി. ഞങ്ങളുടെ ഗ്രാമം ഞങ്ങൾ വിട്ടുപോവുകയില്ല, ഞങ്ങളുടെ കാട് ഞങ്ങൾ വിടുകയില്ല, ഞങ്ങളുടെ ഭൂമിയും ഞങ്ങളുടെ മണ്ണും ഞങ്ങൾ വിടുകയില്ല, ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ വിടുകയില്ല. ജംഗൽ കാട്ടെ, ഖദാൻ ഖോദെ, കാർഖാന ബനായെ. കാടുകളെല്ലാം വെട്ടി നശിപ്പിച്ചു, വലിയ ഫാക്ടറികൾ ഉണ്ടാക്കി. ബാന്ത് ബനായെ, ഗാവ് ഡുബായെ, വലിയ ഡാമുകൾ ഉണ്ടാക്കി. ഞങ്ങളുടെ ഗ്രാമങ്ങൾ മുങ്ങിപ്പോയി. ജല ജംഗല ജമിൻ ചോടെ ഹമൻ കഹാ. ഞങ്ങളുടെ ഗ്രാമങ്ങളും ഞങ്ങളുടെ കാടുകളും വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? വികാസ് കെ ഭഗവാന് ബതാ ഹം കൈസെ ജാന് ബചായെ. വികസനത്തിന്റെ ദൈവമേ പറയൂ, ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ജീവിതം നിലനിർത്തും? രണ്ടാമത്തെ സ്റ്റാൻസ, ജമുന സുഖി, നർമ്മദ സുഖി, സുഖി സുബർണരേഖ. ജമുന, നർമ്മദ, സുബർണരേഖ, എല്ലാ നദികളും വറ്റി വരണ്ടുപോയി. ഗംഗ ഒരു ചെറിയ ഒരു കറുത്ത വരയായി മാത്രം മാറി. നിങ്ങൾ പെപ്സി കോള കുടിക്കുമ്പോൾ, ബിസ്ലറിയുടെ വാട്ടർ കുടിക്കുമ്പോൾ, തും പിയെങ്കെ പെപ്സി കോള ബിസ്ലറി കി പാനി, ഹം കേസെ അപ്നെ പ്യാസ് ബുझായെ പീക്കർ കച്ചട പാനി. ഞങ്ങൾ ഈ മലിനജലം കുടിച്ച് ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ജീവിതം നിലനിർത്തും? ഇതാണ് ഈ പാട്ട്. ഞങ്ങൾ ഒരുമിച്ച് പാടുകയാണ്. ഈ അവസരത്തിന് വീണ്ടും നന്ദി. താങ്ക് യു. भगवान बता हम कैसे बचाए.
Krishna Kali Dekha Rasuti Dhamadasuti Sambhakareka Ravani Gati Nali Krishna Kali Dekha तुम पे ये टैक्सी कोला बिस्लरी की पानी हम कैसे अपने प्यास बुझाए पीकर कच्चा पानी छोटा बना के मटी छोटा बना के लटा छोटा छोटा बना के मटी छोटा बना के लटा छोटा मटी छोटा बना के Thank you. താങ്ക് യു സന്തോഷ് ജോർജ് ജോസഫ്. ഒരു വ്യത്യസ്തമായ ഒരു ട്രൈബ് ഗാനം പാടിയതിന് പ്രത്യേകം നന്ദി. വലിയൊരു അനുഭവമാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ വന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ഇന്ന് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് യോഹന്നാൻ സാറിനെയാണ്. സാറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നമ്മുടെ ഒരു സജീവ അംഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വെബിനാറിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച 2-3 വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ചില സമയങ്ങളിൽ പ്രയാസമൊക്കെ ആരെങ്കിലും കിട്ടാതെ വരികയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്നങ്ങനല്ല, ഇന്ന് നേരത്തെ പറഞ്ഞ് ക്ഷണിച്ചതാണ്. പിന്നെ തീർച്ചയായിട്ടും സാറിന്റെ പ്രവർത്തനം നമുക്ക് വളരെ ഗുണകരമാണ്. സാർ ഒരു സുവിശേഷ പ്രവർത്തകനായിട്ടുകൂടി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ദുബൈ പാരീഷിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം. ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരാളാണ്. അങ്ങനെ അനവധി എപ്പോഴും സ്പിരിറ്റുള്ള ആവേശത്തോടുകൂടി ഈ പ്രവർത്തനങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. ജോർജ് യോഹന്നാൻ സാർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളോട് കൂടെ വാസം ചെയ്യുന്ന സ്നേഹനിധിയായ ഞങ്ങളുടെ കർത്താവേ, എല്ലാ കാലങ്ങളിലും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ ഞങ്ങളുടെ വളർച്ചയിൽ വളരെ താല്പര്യത്തോടു കൂടെ ഇരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ പല കാര്യങ്ങൾ ഓരോ ശനിയാഴ്ചയും വൈകുന്നേര സമയങ്ങളിൽ പഠിക്കാനായിട്ട് ഒന്നിച്ചു കൂടുന്നുണ്ടല്ലോ. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ ദിവ്യമായിട്ടുള്ള ദൂത് നൽകുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ എബ്രഹാം കുരുവിളയച്ചനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ശക്തീകരിച്ച് ഇന്നത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമായ നല്ല ദൂത് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസവും അത് വിശുദ്ധ കുർബാനയിൽ എങ്ങനെ എന്നുള്ളത് ഞങ്ങൾ ഇന്ന് പഠിക്കുവാനായി ഒരുങ്ങുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൂത ദിവ്യമായിട്ടുള്ള ഉപദേശം അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിന്റെ വ്യാപാരം എപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളല്ലോ. അതിനെക്കുറിച്ചുള്ള ആഴമായ ബോധം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനാൽ എപ്പോഴും ശക്തീകരിക്കപ്പെട്ടവരായി ഞങ്ങൾ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ ധാരാളമായിട്ടുള്ള കൃപകൾ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കുവാൻ ഒരുങ്ങുന്നതായിട്ടുള്ള പ്രിയാച്ചനു വേണ്ടി പ്രത്യേകം വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട പി മാത്യു അച്ഛനെയാണ്. പി മാത്യു അച്ഛൻ നമുക്ക് അന്യനല്ല. തീർച്ചയായിട്ടും നമ്മുടെ വെബിനാറിൽ നേരത്തെ വന്ന് സംസാരിക്കുകയും തുടർച്ചയായിട്ട് അച്ഛൻ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെബിനാറിന് പങ്കെടുക്കുന്ന ഒരാളാണ്. അങ്ങനെ നമുക്ക് ഒത്തിരി പട്ടക്കാരുണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും ഈ കാര്യത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുവാണെങ്കിൽ എന്നെ അറിയിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പങ്കെടുക്കാൻ സാധിക്കത്തില്ലെങ്കിലും അറിയിക്കും. അച്ഛനെയാണ് ഇന്ന് മോഡറേറ്ററായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്.
തീർച്ചയായിട്ടും അച്ഛൻ നമുക്ക് പരിചിതനാണ്. മാർത്തോമാ സഭയിലെ തിയോളജി കോളേജുകളില് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനുള്ള നിയോഗം ലഭിച്ച ഒരു അച്ഛനാണ്. അച്ഛൻ കോട്ടയം സെമിനാരിയിലും തിരുവല്ലയിലെ നമ്മുടെ കൊമ്പാടിയിലുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മാർത്തോമാ സഭയിലെ ഏറ്റവും കൂടുതൽ ഈ വൈദിക അധ്യാപകനായിട്ട് പ്രവർത്തിച്ച വ്യക്തി പി മാത്യു അച്ഛനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അതുപോലെ കൂടുതൽ കാലഘട്ടം അങ്ങനെ പ്രവർത്തിക്കാൻ അച്ഛന് അവസരം ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം ഒരു പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് അതിന് യോജിച്ചതായ ഒരു മോഡറേറ്റർ വേണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പി മാത്യു അച്ഛനെയാണ് വന്നത്. അച്ഛനെ ഇന്നത്തെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ച ജോർജ് യോഹന്നാൻ സാറിനോടുള്ള നന്ദി ഞാൻ ഒരു വട്ടം കൂടെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം, നിശബ്ദമായ സഹകരണമാണ് ആഗ്രഹിക്കുന്നത്. സൈലന്റ് ആയിട്ടിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗം മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട പി മാത്യു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വിൽസൺ കരുവന്നൂരിന് എന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ മോഡറേറ്റർ ആകുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടുള്ള പ്രത്യേക നന്ദിയും സന്തോഷവും അറിയിക്കട്ടെ. ഞാൻ അത്ര പ്രാഗൽഭ്യമുള്ള ആളല്ല എന്നെനിക്കറിയാം. എന്നാൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട എബ്രഹാം കുർലച്ചന്റെ ടോക്ക് കേൾക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടെ തന്നെ ഇരുന്നപ്പോഴാണ് എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ടത്. അതിൽ സന്തോഷമുണ്ട്. 206-ാമത്തെ ഈ മീറ്റിംഗ് ദൈവകൃപയാൽ നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കഴിയുന്നിടത്തോളം എല്ലാ മീറ്റിങ്ങുകളിലും സംബന്ധിക്കാനായിട്ട് ശ്രമിക്കും. ഇന്ന് ഇവിടെ പാട്ടോടുകൂടെയാണ് ആരംഭിച്ചത്. സന്തോഷിന്റെ പാട്ട് ലൈവായിട്ട് കേൾക്കാൻ ഇടയായ വീണ്ടും ഒരു സന്തോഷമുണ്ട്. ജോർജ് യോഹന്നാൻ സാറിനോടും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. സന്തോഷം. ബഹുമാനപ്പെട്ട ആ രീതിയിൽ ഞാൻ അധികം സമയം എടുക്കുക. ഇനി അറിയാൻ വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് ടു ലൈറ്റൻ വാട്സപ്പ് ഗ്രൂപ്പില് അച്ഛനെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അച്ഛൻ്റെ ഗവേഷണം സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ DTH വേണ്ടിയിട്ട് ചെയ്തത് പാസ്റ്ററൽ കൗൺസിലിംഗ് ആണെങ്കിലും അത് പ്രാക്ടിക്കൽ തിയോളജിയാണ്. അതുകൊണ്ട് അച്ഛൻ ഒരു തിയോളജിയൻ ആണെന്നുള്ളത് വർഷങ്ങളായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനൊരു UNSC അംഗമായിരുന്നപ്പോൾ പിന്നീട് ഞാൻ UTC അച്ഛൻ അവിടെ ഉണ്ട്. ആ രീതിയിലുള്ള ആ ബന്ധം പുതുക്കുന്നതിനും തുടർന്ന് ആ ബന്ധം നിലനിർത്തുന്നതിനും സാധിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. അച്ഛൻ്റെ ഹൃദയത്തിൽ തിയോളജിയാണ്. കൗൺസിലിംഗ് അച്ഛൻ്റെ ഗവേഷണത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിഷയങ്ങളിലാണ്. അതുകൊണ്ടാണ് അത് ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷന്റെ ദീർഘവർഷങ്ങളിൽ അതിലെ മെമ്പർ ആയിരുന്നതിലൂടെ അച്ഛനുള്ള സാധ്യതകൾ വളരെയേറെ ലഭിക്കുകയും ചെയ്തു. വളരെ നിലപാടുകളും പുതിയ അവതരണങ്ങളും അച്ഛൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതും നമുക്കറിയാം. അച്ഛനൊരു പുസ്തകം തന്നെ ഇംഗ്ലീഷിൽ ഇറക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചും ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ രേഖയിൽ ബഹുമാനപ്പെട്ട വിൽസൺ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഇംഗ്ലീഷിലാണ്. ഒരു പുതിയ കാൽച്ചൂടാണ് നമ്മുടെ സഭയ്ക്ക് വളരെ അത്തരം ഗവേഷണങ്ങളിൽ അച്ഛൻ ഇപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവം അച്ഛൻ സഭയുടെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിൽ കർത്താവിന്റെ നിയോഗം അനുസരിച്ച് മാർത്തോമാ സഭ പ്രത്യേകിച്ചും ഒരു ഭാരത സഭ എന്നുള്ള നിലയിൽ മുന്നോട്ട് തന്നെ പോകണം. അത് ഈ രാജ്യത്തിന് സങ്കരമായ ഒരു സുവിശേഷ പ്രഘോഷണമായി മാറണം നമ്മുടെ ആരാധനയും എന്നുള്ളതിലാണ്
അച്ഛൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. തൃത്വം എന്ന് പറയുന്നത് തന്നെ തിയോളജിക്കൽ സർക്കിളിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. എല്ലാവർക്കും അതിൽ ഐക്യമുള്ള കാര്യമല്ല ധാരണകൾ. നമ്മുടെ കോംപ്രിഹെൻഷന് ബിയോണ്ട് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അതുപോലെ തന്നെയാണ് അതിൽ പരിശുദ്ധാത്മാവും. അതിനെ സംബന്ധിച്ച് തന്നെ ഓരോ സഭകൾക്കും അവരുടേതായ നിലപാടുകളുണ്ട്. ഓരോ സഭകളിലെയും വിശ്വാസികൾക്കും വ്യത്യസ്തമായ നിലപാടുകളാണുള്ളതെന്നാണ് എൻ്റെ വിചാരം. എന്തായിരുന്നാലും കർത്താവിന്റെ സജീവ സാന്നിധ്യം തുടർച്ചയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. എന്നാൽ വിശുദ്ധ കുർബാന സംബന്ധിച്ചും വളരെയേറെ തർക്കങ്ങളും വിശ്വാസ വ്യത്യാസങ്ങളും നാം കാണുന്നുണ്ട്. മാർത്തോമാക്കാർക്ക് എല്ലാവർക്കും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ചിന്തകളുണ്ട്. പല ക്രിസ്ത്യാനികളും ഏത് സഭകളിലാണെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒരു പ്രസാദം സ്വീകരിക്കുന്ന പോലെയാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. എന്നാൽ അതിലുപരിയായി കർത്താവ് തന്നെ നമുക്ക് നൽകുന്ന, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകുന്ന ഒരു അനുഭവമായി, ലോകത്തിന് വേണ്ടി നൽകുന്ന ഒരു അനുഭവമായിട്ടാണ് നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതിൻ്റെ ചിന്തകൾ അച്ഛൻ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഈ അപ്പവീഞ്ഞുകൾ കർത്താവിന്റെ ശരീരം രക്തമായി തീരുന്നത്? പരിശുദ്ധാത്മാവിലൂടെയാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളും ചിന്താക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ ആധികാരികമായിട്ട് പറയാനുള്ള കഴിവ് എനിക്കില്ല. എന്നാൽ അച്ഛൻ്റെ ബോധ്യമനുസരിച്ച് പറയും. ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള, അച്ഛന് പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തതയുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവരോട് പറയാനും അച്ഛനുള്ള പ്രത്യേക പ്രാവീണ്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം സംബന്ധിച്ച് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കിനെ സംബന്ധിച്ച് നമ്മളോട് അച്ഛൻ്റെ ക്ഷണിച്ചു. പിന്നെ എന്തൊക്കെ പല ആളുകളുടെയും പ്രഭാഷണവും പാട്ടും ഒക്കെ പകുതി പതിയെ കേൾക്കുന്നുണ്ട്. എന്താ കുഴപ്പം? പൊതുവെയുള്ള കുഴപ്പമാണോ അതോ അതാത് സ്ഥലത്തെ പ്രയാസങ്ങളാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. ശരി ശരി, താങ്ക് യു. യോഗ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പി മാത്യു അച്ഛൻ, നമ്മുടെ പ്രധാനപ്പെട്ട സംഘാടകൻ ശ്രീ വിൽസൺ കരിമ്പന്നൂർ, ഇന്ന് നമ്മുടെ പ്രാരംഭ ഗാനം ആരംഭിച്ച സന്തോഷും കുടുംബവും, ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജോർജ് യോഹന്നാൻ, കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹൃദ്യമായ ആശംസകൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഹോളി സ്പിരിറ്റ് ഇൻ ദി ഹോളി കമ്മ്യൂണിയൻ എന്നതാണ്. ഇത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്, വിപുലമായ ഒരു വിഷയവുമാണ്. അതുകൊണ്ട് ഈ വിഴുങ്ങാൻ വയ്യാത്തവണ്ണം കൊണ്ട് കടിക്കുന്നത് ബുദ്ധിയല്ലല്ലോ. നമ്മുടെ പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ ഗുണകരമായ ചർച്ചയ്ക്ക് സഹായകമായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ പലർക്കും പരിഭവം തോന്നാ, അച്ഛൻ അത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ, ശരിയാണ്, എല്ലാം കൂടെ പറയാൻ പോയാൽ എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് പറയുന്ന അത്രയും കാര്യങ്ങൾ നമുക്ക് ഗുണകരമായ രീതിയിൽ പറയാം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉടനീളം ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇത് അവതരിപ്പിക്കുന്നതിലുള്ള എൻ്റെ താല്പര്യം നമ്മുടെ കൂദാശകളിലുള്ള ആളുകളുടെ പങ്കാളിത്തം അത് കൂടുതൽ അർത്ഥപൂർണമാകണം, അത് അവരുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കണം, ക്രിസ്തീയ സാക്ഷ്യത്തെ തന്നെ കൂടുതൽ പ്രചോദനം നൽകണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു വലിയ അക്കാഡമിക് എക്സർസൈസ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു പാസ്റ്ററൽ എക്സർസൈസ് എന്ന നിലയിലാണ് ഞാൻ ഇന്നത്തെ ഈ പ്രഭാഷണത്തെ കാണുന്നത് എന്നും കൂടി അറിയിക്കും. ഈയിടെയായിട്ട് ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം അങ്ങ് മാറി നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് അത്യാവശ്യ ജോലികളും മറ്റുള്ളത് കൊണ്ട്
ഒന്നും ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, വായിക്കുന്നത് തന്നെ ഇല്ല. വളരെ വളരെ ചുരുക്കമായിട്ട് കാര്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട വിൽസൺ സാറും അതുപോലെ ഈ ഗ്രൂപ്പിലെ അംഗമായിട്ടുള്ള നമ്മുടെ റോയ് ഫിലിപ്പ് അഡ്വക്കേറ്റും ഒക്കെ പറഞ്ഞു, ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചും അതിനകത്തെ പരിശുദ്ധ കുർബാനയുടെ ആവാസത്തെയൊക്കെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചയാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകത്തക്കവണ്ണം എഴുതുകയോ പറയുകയോ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും എന്നോട് പറഞ്ഞു. അതും എൻ്റെ മനസ്സിനകത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വളരെ ഷാർപ്പായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം, അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ചർച്ചകളിലും പറ്റും, മാർത്തോമാ സഭ ഒരു ഭാഗത്ത് ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ മുതലായ ഡോഗ്മ അത് നിരസിക്കുന്നു, നമ്മളത് സ്വീകരിക്കുന്നില്ല, തിരസ്കരിക്കുന്നു. വസ്തുമാറ്റ ഉപദേശം, സമാനമായിട്ടുള്ള മറ്റ് ഉപദേശങ്ങളും കോൺസബ്സ്റ്റാൻസിയേഷൻ മുതലായ ഉപദേശങ്ങളും ഒക്കെ നമ്മൾ തിരസ്കരിക്കും. അതായത് ഏതെങ്കിലും ഒരു ഭൗതിക അർത്ഥത്തിൽ ഈ വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിന്റെ ശരീരമാണ് അല്ലെങ്കിൽ രക്തമാണ് എന്ന നിലപാട് മാർത്തോമാ സഭ സ്വീകരിക്കുന്നില്ല. അത് അങ്ങനെ ആയിരിക്കെ നമ്മുടെ കുർബാനയിലെ പരിശുദ്ധ റൂഹായുടെ ആവാസത്തിന് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയുടെ ഭാഗം എന്ന നിലയിൽ നമ്മൾ പറയുന്നത്, ഈ അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുവാനാകട്ടെ. അതുകൊണ്ട് ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ തിരസ്കരിക്കുന്ന ഒരു സഭയ്ക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന പറയാനൊക്കുന്നത് എങ്ങനെയാണ്? ഈ പരിശുദ്ധ റൂഹ യേശു ക്രിസ്തുവിന്റെ തിരുശരീരമായിരിക്കുവാൻ ഇതിനെ ശുദ്ധീകരിക്കുവാനാകട്ടെ എന്ന പ്രാർത്ഥന ഫലത്തിൽ നമ്മുടെ ദൈവശാസ്ത്രപരമായ നിലപാടിന് വിരുദ്ധമല്ലേ എന്നുള്ള ചോദ്യമാണ് പല ആളുകൾ ഉന്നയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് ആ ചോദ്യവും അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പരിമിതമായ രീതിയിൽ അതിലേക്ക് തീർച്ചയായിട്ടും പ്രവേശിക്കുന്നതുമാണ്. ഈ മാർത്തോമാ സഭയിൽ ഈ എല്ലാ കാര്യങ്ങളും ഒരു ഔദ്യോഗികമായ നിലപാടുകൾ ഇല്ല. ഒരു പാശ്ചാത്യ സഭകളിലൊക്കെ ചെയ്യുന്ന പോലെ ഡോഗ്മ വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഒരു രീതി ഇല്ല. അത് പൗരസ്ത്യ സഭകൾക്ക് പൊതുവേ ഇല്ല. മാർത്തോമാ സഭയ്ക്കും വളരെ ഭാഗികമായി മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ നിലപാടുകൾക്കുള്ളൂ. എന്നാൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കുറച്ചേറെ ചർച്ചകളും തർക്കങ്ങളും സഭയിൽ ഒരു ഭിന്നത പോലും 1961 ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ ചർച്ചകളോടൊക്കെ ബന്ധപ്പെട്ട് കുറച്ചേറെ രേഖകൾ സഭയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കും എല്ലാം ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്നതായ കുർബാന തക്സായിൽ 1942 തീത്തോസ് തീയൻ തിരുവേനി പ്രസിദ്ധീകരിച്ചതായ ആ തക്സായി, അതിലുള്ളതായ ഒരു എപ്പിക്ലേസിസ് ഉണ്ട്. പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പരിശുദ്ധ റൂഹ ഈ അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കും പരിശുദ്ധ റൂഹ അതിന് ശുദ്ധീകരിക്കുവാനാകട്ടെ. അതിലൊരു ഓൾട്ടർനേറ്റീവ് നമ്മുടെ സഭയിലുണ്ട്. അത് 1954 പ്രസിദ്ധീകരിച്ചതായ സിനഡ് തക്സ എന്ന് പറയുന്നതായ ആ പുസ്തകമാണ്. ഞാൻ 1970 പട്ടം ഏൽക്കുമ്പോൾ ആ പുസ്തകം വിലയ്ക്ക് മേടിക്കാൻ കിട്ടുമായിരുന്നു. പിന്നെ എന്തോ അത് ഇല്ലാതെയായി. ഞാൻ അന്നൊരു പുസ്തകം മേടിച്ചിരുന്നെങ്കിലും അത് എവിടെയോ കാണാതെ പോയി. ഇപ്പൊ എൻ്റെ പോലും ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി ഇല്ല. അത് എവിടുന്ന് ഒരു ഫോട്ടോ കോപ്പിയിൽ എടുക്കണമെന്നുണ്ട്. എന്നാൽ അതിനകത്തെ എപ്പിക്ലേസിന്റെ വാചകങ്ങൾ ആ പുസ്തകം ഇപ്പോൾ ലഭ്യമല്ലാത്തത് കൊണ്ട് അത് ഞാനൊന്ന് വായിക്കാം. ഇത് വിശുദ്ധ റൂഹ ഈ അപ്പത്തെ വാഴ്ത്തി, അത് ഞങ്ങൾക്ക് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ ശരീരത്തിന്റെ കൂട്ടായ്മയായിരിക്കുവാൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയാവുന്നതുപോലെ സഭയിലെ ഒരു ഇവാഞ്ചലിക്കൽ നിലപാടുള്ള ആളുകളുടെ താല്പര്യം കൂടെ പരിഗണിച്ചാണ് ഈ ഓൾട്ടർനേറ്റീവ് ഉണ്ടായത്. ഇന്നും ഈ ഓൾട്ടർനേറ്റീവിന്റെ നിയമ സാധുതയുണ്ട്. അത് പ്രയോഗത്തിൽ ഏതാണ്ട് ഇല്ലാതെയായി പോയി എങ്കിൽ പോലും പൂർണ്ണമായും സാധുതയുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ ഈ രണ്ട് നിലപാടുകൾക്ക് ഇടയ്ക്ക് ഒത്തിരി ഇടമുണ്ട്. അതിൽ എവിടെയും നിൽക്കാൻ ഒരു മാർത്തോമാക്കാരന് അവകാശമുണ്ട്.
അതുകൊണ്ട് മാർത്തോമാ സഭ വാസ്തവത്തിൽ ഈ വിശുദ്ധ കുർബാന എന്നുള്ള അതിപ്രധാനമായിട്ടുള്ള കൂദാശയുടെ കാര്യത്തിൽ പോലും വളരെ റിജിഡ് അല്ല, നിർബന്ധ ബുദ്ധികൾ ഇല്ല. ആവുന്നത്ര പരമാവധി ആളുകളെ ഉൾക്കൊള്ളിക്കുവാനുള്ളതായ ഒരു വിശാല മനസ്സ് മാർത്തോമാ സഭ പുലർത്തുന്നുണ്ട്, എക്കാലത്തും പുലർത്തിയിട്ടുണ്ട്, ഇപ്പോഴും പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് അല്പം കൂടി ഒന്ന് പ്രവേശിക്കുന്നു. ഈ യേശുക്രിസ്തു തന്നെ അന്ത്യ അത്താഴം സ്ഥാപിച്ചതായ ആ ദിവസം യേശു ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിക്കുന്ന യേശു പറഞ്ഞു, അപ്പം കൊടുത്തേച്ച് പറഞ്ഞു, ഇതെന്റെ ശരീരം. പാനപാത്രം അവർക്ക് കൊടുത്തേച്ച് ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് എന്റെ രക്തം, പുതിയ നിയമത്തിലുള്ള രക്തം, പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന രക്തം. അപ്പൊ യേശു ജീവിച്ചിരിക്കുന്നുണ്ട്, യേശുവിന്റെ ശരീരത്തിൽ കൂടെ രക്തം ഓടുന്നുണ്ട്. അതങ്ങനെ ആയിരിക്കെ കർത്താവ് പറയുന്നത്, ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം. അപ്പോ ഏറ്റവും വ്യക്തമായിട്ടും യേശു അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ അപ്പത്തിനകത്ത് എങ്ങനെയോ യേശു ക്രിസ്തുവിന്റെ രക്തം ഓടുന്നെന്നോ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു വെച്ചതാണ്, ഈ അർത്ഥങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് വിശേഷ വിധിയാൽ ആരും പറയേണ്ടതായ കാര്യമില്ല. അതുകൊണ്ടൊരു ഭൗതികമായ അർത്ഥമല്ല അതിനെ സ്ഥാപിച്ച സമയത്ത് തന്നെ ഉള്ളത് എന്നുള്ളത് നമ്മൾ അറിയണം. ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ സ്ഥാപനവാചകങ്ങൾക്കകത്ത് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷത്തില് ഈ 6-ാം അധ്യായത്തിൽ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന്റെ ആ വിവരണത്തിന് ശേഷം ഉള്ള ആ തിയോളജിക്കൽ ഡിസ്കോഴ്സിനകത്ത് തന്നെ ഇതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പത്തിൽ നിന്നെല്ലാം എന്നേക്കും ജീവിക്കും, ഞാൻ കൊടുക്കാണ്ടിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. 56-ാം വാക്യം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം വളരെ വ്യക്തമായും യേശുക്രിസ്തു തന്നെ ഈ ശരീരം, രക്തം, മാംസം ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതൊരു ഭൗതികമായ അർത്ഥത്തിലല്ല, ഒരു കെമിസ്ട്രിയിലെ ഭാഷയിൽ അല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ആരും എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ ദിശയിലേക്ക് നമ്മൾ നീങ്ങി എങ്ങനെയെങ്കിലും ഇതിനകത്ത് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നുള്ളത് ഭൗതിക അർത്ഥത്തിലാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് ആരും തന്നെ നീങ്ങാൻ പാടില്ല. ആരെങ്കിലും നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം. കൂട്ടത്തിൽ പറയട്ടെ, ഈ റോമൻ കത്തോലിക്ക സഭയ്ക്കാണ് ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നുള്ള ഡോക്ടറിനുണ്ട്. നമ്മുടെ ആളുകൾ കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ്, രക്തമാണ്, ഭൗതികമായ അർത്ഥത്തിൽ തന്നെ ശരീരവും രക്തവുമാണ് റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഇല്ല, അത് തെറ്റാണ്. നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. അവരുടെ ഈ ഒരു ഫിലോസോഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ആ ഡോക്ടറിൻ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടതായ ആ കാലത്തെ തത്വശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഭൗതികമായതിനെല്ലാം ഒരു എസൻസ് ഉണ്ട്, അത് ദൃശ്യമല്ല. ഒരു ഫോം ഉണ്ട്, അത് ദൃശ്യമാണ്. അവരുടെ ഡോഗ്മ എന്ന് പറയുന്നത് നമുക്ക് ഈ അപ്പം എന്ന് പറയുന്ന ആ പദാർത്ഥത്തിന്റെ ദൃശ്യമായ അംശങ്ങൾ അതിനൊരു മാറ്റമില്ല, ഫോമിനൊരു മാറ്റമില്ല. ഇതിന്റെ എസൻസ്, അദൃശ്യമായ അംശം യേശുക്രിസ്തുവിന്റെ ശരീരം ആയിത്തീരുന്നു, രക്തമായിത്തീരുന്നു എന്നതാണ്. അപ്പോൾ അവിടെ പോലും ഇത് ഭൗതികമായ അർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്നല്ലതാണ്. ഇതിന്റെ എസൻസ് യേശുക്രിസ്തുവിന്റെ ശരീരം, യേശുക്രിസ്തുവിന്റെ രക്തം. ഈ നിലപാടാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത്. അല്ലാതെ അവരെയും നമ്മൾ അവർ പറയാത്ത കാര്യങ്ങളുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയായ ഒരു കാര്യമാണ്. അത് ഭൗതികമായ അർത്ഥത്തിലല്ല എങ്കിൽ പിന്നെ നമ്മളെ ഇതിന്റെ എന്തർത്ഥം?
അത് നമ്മൾ അന്വേഷിക്കണം. എന്നാൽ എനിക്ക് ഈ പ്രാരംഭമായി തന്നെ വേറൊരു ക്ലാരിഫിക്കേഷൻ കൂടി നടത്താറ്. നമ്മൾ ഒത്തിരി വാക്കുകൾ ഈ ഭൗതികമായ അർത്ഥത്തിലല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അത് അംഗീകരിക്കപ്പെട്ടതാണ്. ഒരു പ്രതീകാത്മകമായിട്ടുള്ള മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ ഭാഷയ്ക്കകത്ത് ധാരാളം ഉണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒക്കെ നടുവിൽ തന്നെ ഈ കൊച്ചു പിള്ളേരെ BBS-ലൊക്കെ പോകുന്ന കുട്ടികള് കുറഞ്ഞ പക്ഷെ ഞാനും പഠിച്ചിരുന്ന കാലത്ത് ഹൃദയം കർത്താവിന് കൊടുക്കണം. അപ്പൊ ഒരു കുട്ടി ഹൃദയം കർത്താവിന് കൊടുത്തു. അപ്പൊ പിന്നെ ആ കുട്ടിയുടെ എക്സ്റേ എടുത്തിട്ട് ഹൃദയം ഇപ്പോഴും അവിടെ ഉണ്ടോ എന്നോ നമ്മൾ നോക്കാറില്ല. ആ അർത്ഥത്തിൽ നമ്മൾ ആരുടെ ഹൃദയം കൊടുക്കുക. കമിതാക്കളായ ആളുകൾ, പുരുഷനും സ്ത്രീയും തമ്മിൽ പ്രേമമാണ്. അപ്പൊ പുരുഷൻ പറയുന്നത് നീ എന്റെ കരളാണ്. ഈ കരളാണെന്ന് പറഞ്ഞത് കൊണ്ട് ഇത് എവിടെയാ കരൾ, എന്റെ കരൾ പോയോ, അവർക്ക് കരളുണ്ടോ, ഈ തരത്തിലുള്ള ചിന്തകളിലേക്കൊന്നും നമ്മൾ ആരും പോകാറില്ലല്ലോ. അവിടെയെല്ലാം സമാനമായ ഭാഷയുണ്ട്, എന്നാൽ അത് ഭൗതികമായ അർത്ഥമല്ല. ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് അങ്ങനെ ആയിരിക്കെ നമ്മൾ ഒരു കാര്യം കൂടി അറിയണം. അതായത് ഇത് ഭൗതികമായ അർത്ഥമല്ല അതിനുള്ളതെങ്കിൽ പോലും അത്തരം പ്രയോഗങ്ങൾക്ക് മനുഷ്യ മനസ്സിനെ, മനുഷ്യന്റെ ചിന്താഗതികളെ, മനുഷ്യന്റെ വികാരങ്ങളെ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ, മനുഷ്യ വ്യക്തിത്വത്തെ വളരെ ആഴമായി സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട്. ഹൃദയം കർത്താവിന് കൊടുത്തതായ ഒരു കുട്ടി, ആ കുട്ടിയും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം വളരെ ആഴമുള്ളതായതുകൊണ്ട് അതിന്റെ ചിന്താരീതികൾ, അതിന്റെ പ്രവർത്തന രീതികൾ, അതിന്റെ വൈകാരിക ജീവിതം, ഇതൊക്കെ ഹൃദയം കർത്താവിന് കൊടുത്തു എന്ന് അവകാശപ്പെടാനുള്ളതായ ഒരു കുട്ടിയുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. ആ കുട്ടി അങ്ങനെ രൂപപ്പെടുന്നത്, അതിന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ അതിശക്തമായ ഭയങ്കരമായ ശക്തി ആ പ്രയോഗത്തിനുണ്ട്. അത് ഹൃദയം പോയില്ലയോ എന്നുള്ളതല്ല. ആ പ്രയോഗം വഴി ആ കുട്ടിയുടെ വ്യക്തിത്വം അതിനിർണായകമായി സ്വാധീനിക്കപ്പെടും. നീ എന്റെ കാരണമാണ് എന്നൊരു പെൺകുട്ടിയോട് പറയുന്നതായ പുരുഷൻ അയാൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അവന്റെ വ്യക്തിത്വം ആ പ്രസ്താവന മൂലം വളരെ നിർണായകമായി സ്വാധീനിക്കപ്പെടുന്നു. ഞാനാണ്, അവളാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ, എനിക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ എനിക്കാകാം, എനിക്ക് എന്ത് തരത്തിലുള്ള ചിന്തകൾ എനിക്കാകാം, അവന്റെ വ്യക്തിത്വത്തെ അത് വളരെ നിർണായകമായി ബാധിക്കും. അതുകൊണ്ട് ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന പ്രസ്താവന അത് ഭൗതിക അർത്ഥത്തിലല്ലാത്തത് കൊണ്ട് അത് നിരർത്ഥകമോ പ്രാധാന്യം കുറഞ്ഞതോ ശക്തി കുറഞ്ഞതോ കരുത്ത് കുറഞ്ഞതോ ഒന്നും ആകുന്നു. അതിശക്തമാണ്, വലിയ കരുത്ത് അതിനകത്തുണ്ട്. അപ്പൊ അതിന്റെ ആ ശക്തിയും കരുത്തും എവിടെ? ഭൗതിക അർത്ഥത്തിലല്ലാതിരിക്കെ തന്നെ ഇതിന് വലിയ ശക്തിയും കരുത്തും ഉണ്ടെങ്കിൽ അതെവിടെ, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പ്രധാനമായിട്ടും ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാഷണത്തിലെ മുഖ്യമായും 2 അംശങ്ങൾ മാത്രമേ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ, കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാൻ. ഒന്നാണ് ഈ യേശുക്രിസ്തുവിന്റെ സ്ഥാപന വാചകങ്ങൾ കുറച്ചൊന്ന് പരിശോധിച്ച് അവിടെയാണല്ലോ ശരീരം, രക്തം എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം, വ്യാപ്തി മുതലായ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കും. അതിന്റെ വെളിച്ചത്തിൽ അതേ തുടർന്ന് ഈ എപ്പിക്ലേസിസ്, പരിശുദ്ധ റൂഹായിക്ക് വേണ്ടിയുള്ള അപേക്ഷ, അതിന് ഇവിടെയുള്ള പ്രസക്തി എന്ത്, പ്രാധാന്യം എന്ത്, അത് ഇല്ലെങ്കിലല്ല കുഴപ്പം, അതിൻ്റെ അകത്തെ വാചകങ്ങളുടെ ഒരു ഔചിത്യം എവിടെ, അനൗചിത്യം എവിടെ, എപ്പിക്ലേസിനെ കുറിച്ചും അല്പം ഒരു ചിന്ത അതിലേക്ക് പ്രവേശിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് രണ്ടും തീർന്നു കഴിഞ്ഞ് പിന്നെയും സമയം കൂടുതലായിട്ട് പോകുകയാണെങ്കിൽ പിന്നെ ഞാൻ അല്പം കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കും. എന്നാൽ ഇത് രണ്ടാ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും എപ്പിക്ലേസിസും വിശുദ്ധ കുർബാനയ്ക്കകത്തെ അതിന് രണ്ടേ സംബന്ധിച്ച് അല്പം ഒരു വിശദമായ ചർച്ചകളിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
യേശുക്രിസ്തു വിശുദ്ധ കുർബാന തന്റെ അവസാന ദിവസത്തെ അത്താഴം കഴിക്കുന്ന വേളയിൽ ശിഷ്യന്മാർ ഒന്നിച്ച് പെസഹ ആചരിക്കുന്നതായ സമയത്ത്, അത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളുടെ വിവരണം അനുസരിച്ച് അത് പെസഹ ഭക്ഷണമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വിവരണമില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കാലക്രമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തലേ ദിവസം നടന്ന ഭക്ഷണം പെസഹയുടെ തലേ ദിവസമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ടൈം ഇഷ്യൂ അതിനകത്തുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളുടെ രേഖയും അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതായ ആ രേഖ വിവരണവും അതിനകത്ത് തന്നെ അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും സബ്സ്റ്റാൻഷ്യലി അതിൽ പറയുന്നത് യേശു ക്രിസ്തു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി മുറുക്കി, അതിൻ്റെ അകത്ത് വാഴ്ത്തി എന്നൊരു വാക്കും കൂടെ, സ്തോത്രം ചെയ്തു വാഴ്ത്തി, അല്ലെങ്കിൽ സ്തോത്രം ചെയ്തു എന്നുള്ളതിന് പകരം വാഴ്ത്തി മുറുക്കി അവർക്ക് കൊടുത്തു. ഞാൻ അതിലെ ആ വാഴ്ത്തി എന്നുള്ള വാക്ക് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ വിചാരം അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി വാഴ്ത്തി, അപ്പത്തിനെ വാഴ്ത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെയല്ല. യഹൂദന്മാര് അവർക്ക് ഈ ഭക്ഷണത്തോടനുബന്ധിച്ച് പറ്റുണ്ടായിരുന്ന പ്രാർത്ഥനകൾക്കകത്തൊക്കെ ഈ വാഴ്ത്തൽ, ബ്ലെസ്സിങ് ദ നെയിം ഓഫ് ഗോഡ്, അത് ദൈവത്തെ വാഴ്ത്തി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുകഴ്ത്തി, ദൈവത്തെ പുകഴ്ത്തി എന്ന് താൻ പരിഭാഷപ്പെടുത്തുന്നതാണ് വാസ്തവത്തിൽ അർത്ഥം കൂടെ നല്ല പരിഭാഷ. അല്ല, ഈ മുമ്പിരിക്കുന്ന അപ്പത്തെ ഏതാണ്ട് വാഴ്ത്തി അതിനെ കുറച്ചുകൂടെ വിശുദ്ധമാക്കുന്നോ അതിന്റെ ഗുണഗണങ്ങൾ വർദ്ധിപ്പിക്കുന്നോ എന്നുള്ളതല്ല. സ്തോത്രം ചൊല്ലി എന്ന് പറയുന്നത് കേവലം സ്തോത്രം പറഞ്ഞത് മാത്രമല്ല, യഹൂദന്മാർക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കാൻ സ്തോത്ര പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പാരമ്പര്യം അനുസരിച്ചുള്ള സ്തോത്രാർത്ഥനവും ദൈവത്തെ പുകഴ്ത്തലും, ബ്ലെസ്സിങ് ദ നെയിം ഓഫ് ഗോഡ്, അത് രണ്ടും ചെയ്ത ശേഷമാണ് മുറുക്കി അവർക്ക് കൊടുത്ത് ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാരാമൃതം എടുത്ത ശേഷം കൊടുത്തു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം, പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞു. അപ്പോ ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? അത് രണ്ടും പറഞ്ഞ ശേഷമാണ് കർത്താവ് ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഒടുക്കം പറഞ്ഞത് ആദ്യം എടുക്കുക, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതൊന്ന് ചർച്ച ചെയ്ത ശേഷം ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്നുള്ള ആ പ്രയോഗങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഈ ഓർമ്മയിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷാ പ്രയോഗങ്ങൾക്കകത്ത് പൊതുസമൂഹത്തിലുള്ളതായ അർത്ഥങ്ങള് അതൊക്കെ പറയുക, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് വേദപുസ്തകത്തിലെ ഓർമ്മ. നമ്മളിപ്പോൾ ഓർക്കുന്നു, നമ്മളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ ഓർക്കുന്നു, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ ഓർക്കുന്നു, ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുന്നു. പണ്ടെങ്കോ ചരിത്രത്തിൽ ജീവിച്ചിരുന്നതായ ആളുകളെയോ സ്ഥലങ്ങളെയോ സംഭവങ്ങളെയോ ഒക്കെ നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് റീകോൾ ചെയ്യും. എന്നാൽ അതിനേക്കാൾ വളരെ ആഴമായ അർത്ഥമാണ് വേദപുസ്തകത്തിൽ ഓർമ്മ എന്നുള്ള വാക്ക്. ഏതെങ്കിലും ഒരു കാര്യം ഓർത്താണ്, വാസ്തവത്തിൽ ആ ഓർക്കപ്പെടുന്ന കാര്യം ഒരു ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമായി രൂപാന്തരപ്പെടുന്നു എന്നൊരു സങ്കല്പം വേദപുസ്തകത്തിനർത്ഥം. ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി ഹിയർ ഇൻ ദ പ്രസന്റ്. അതുകൊണ്ട് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും എന്ന് കർത്താവ് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഇത് നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും ഞാൻ വാസ്തവത്തിൽ നിങ്ങൾക്ക് ഒരു പ്രസന്റ് റിയാലിറ്റി ആയിട്ട് ചരിത്രത്തിൽ ഉടനീളം ഉണ്ടാവണം എന്നാണ്. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അപ്പൊ ഒരു ചോദ്യം അതുകൊണ്ട് അനുബന്ധിച്ച് മറ്റു ചോദ്യം കൂടി ചോദിക്കും. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എന്ത് ഓർമ്മ? യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു ജനിച്ചു,
യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ ചെയ്തു. പരസ്യ ശുശ്രൂഷ കാലത്ത് ഒത്തിരി മനസ്സലിവിന്റെ ശുശ്രൂഷകൾ ചെയ്തു. തിന്മകൾ ഉണ്ടായിരുന്നിടത്ത് ആ തിന്മകളെ കർത്താവ് ശക്തമായിട്ട് എതിർത്തതുപോലെ ഒരുപാട് ആളുകളുടെ അപ്രീതിക്ക് പാത്രീഭൂതനായി. അതിന്റെ ഫലമായിട്ട് ആ എതിർപ്പ് മൂർച്ഛിച്ച് യേശു ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തുന്നേറ്റു. ഇതെല്ലാം ചേർന്നതാണ് യേശു. യേശുക്രിസ്തുവിനെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തെ അതിന്റെ സമ്പൂർണതയിൽ ഓർക്കുമ്പോൾ ഈ സമ്പൂർണതയുള്ള യേശു നമുക്ക് ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നു. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും ചരിത്രത്തിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തു തന്റെ പൂർണ്ണതയിൽ ഒരു വർത്തമാനകാലമാണ് യാഥാർത്ഥ്യമായി ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നു എന്നതാണ്. അതിനുവേണ്ടിയാണ് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്നുള്ള നിർദ്ദേശമാണ്. ഐ ബിക്കം ആസ് ഓഫൺ ആസ് യു ഡു ദിസ്, ഐ ബിക്കം റിയലി പ്രസന്റ് വിത്ത് യു. ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഞാൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് അനന്തരതലമുറകൾക്കെല്ലാം പണ്ട് ജീവിച്ചിരുന്ന ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തെ മനുഷ്യർക്ക് ഞാൻ എത്രയോ യാഥാർത്ഥ്യമായി അവരുടെ കൺമുൻപിൽ അനുഭവപ്പെട്ടോ അതേ ശക്തിയോടും അതേ കരുത്തോടും അതേ സവിശേഷതകളോടും കൂടെ വരും തലമുറകൾക്കെല്ലാം ഞാൻ അവൈലബിൾ ആകും, അവിടെ ഉണ്ടാകും. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കും. നമ്മൾ നോക്കിയാൽ ഈ യേശുക്രിസ്തുവിന്റെ ഈ സമ്പൂർണത നമ്മുടെ ഓർമ്മയ്ക്കകത്തുനിന്ന് കുറച്ച് പോയി. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച ആളുകൾ യേശുക്രിസ്തുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും അതാണ് കൂടുതൽ ഓർക്കുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും മൂലം നമ്മുടെ പാപപരിഹാരത്തിനൊരു യാഗമായി തീർന്നു. അത്രയും നമ്മൾ ഓർക്കുന്നുള്ളൂ. പലപ്പോഴും പറയാതെ നമ്മുടെ കുർബാനക്രമം ഭാഗ്യവെച്ചാൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ആ ഓർമ്മ ജീവിതത്തിന്റെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കവർ ചെയ്യാനായിട്ട് ഉദ്യമിച്ചിട്ടുണ്ട്. എന്നാൽ അനേകം മനുഷ്യരുടെ ഒരു ദർശനത്തിനകത്ത് രക്ഷന്റെ പ്രാധാന്യമുള്ളത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും കുരിശുമരണവുമാണ്. ജനനത്തിന് അത്രയും പ്രാധാന്യമില്ല. പരശുശ്രൂഷ കാലത്തോ ചെയ്ത കാര്യങ്ങൾക്കോ ദൈവരാജ്യ പ്രഘോഷണത്തിനോ അത്രയും പ്രാധാന്യമില്ല. ഉയർത്തുന്നേൽപ്പിന് പോലും നമ്മൾ അവഗണിച്ചു പോകുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഉയർത്തെഴുന്നേൽപ്പിന്റെ വെളിച്ചത്തിൽ ആണ് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും നമ്മൾ കാണണം. അങ്ങനെ അല്ലാതെ പീഡാനുഭവത്തെയോ കുരിശുമരണത്തെയോ കണ്ട അത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായി. ആ കാഴ്ചപ്പാടാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. യേശു കൂടെ ഉയർത്തുന്നേറ്റ് യേശു കൂടെ ചേർന്ന് നടന്നപ്പോ അവര് പറഞ്ഞു, അയ്യോ യെരൂശലേമിലെ പരദേശികൾ നീ ഒരുത്തം മാത്രമേ ഇതൊക്കെ കേൾക്കാതുള്ളൂ, ഞങ്ങൾ ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. എന്നാൽ നമ്മുടെ പുരോഹിതന്മാരും നേതാക്കന്മാരെല്ലാം കൂടി അവനെ പീഡിപ്പിച്ചു കൊന്നു. അങ്ങനെ ഞങ്ങൾ വളരെ ദുഃഖത്തിലാണ്. അപ്പൊ അതൊരു ഓർമ്മയാണ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ അവർ ഓർക്കുന്നു, മരണത്തെ ഓർക്കുന്നു, നിരാശയിലാണോ നിൽക്കുന്നത്. എന്നാൽ ഉയർത്തുന്നേറ്റ കർത്താവ് ഉയർപ്പിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ വലിയ ജയമാണ്. സാത്താന്യ ശക്തികളുടെ മേൽ, പൈശാചികമായ എല്ലാത്തിന്റെയും മേൽ, ഈ ലോകത്തിലെ കാണപ്പെടാവുന്നതായ സകല തിന്മകളുടെ മേൽ, അതിന്റെ മേലുള്ള ദൈവത്തിന്റെ ജയമാണ്. അതുകൊണ്ട് ഒരു ബലഹീനതയായിട്ടോ ഒരു പരാജയമായിട്ടോ തീരേണ്ട കുരിശിനെ വിജയമാക്കി തീർത്തിരിക്കുന്നു. നമ്മള് ഉയർപ്പിന്റെ വെളിച്ചത്തിൽ ആണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ മുഴുവനും കാണുന്നത്. ജനനമാകട്ടെ, മാമോദിസ പരസ്യശുശ്രൂഷയാകട്ടെ, പീഡാനുഭവം, മരണം, ദി ഹോൾ ക്രൈസ്റ്റ്. അതിനകത്തെ ഉയർത്തുന്നേൽപ്പ് എന്നുള്ളതായ ആ വലിയ ഉയർപ്പിന്റെ കാഴ്ചപ്പാട് നമ്മുടെ യേശുക്രിസ്തുവിനെ അനുസരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ.
ആ കാഴ്ചപ്പാടിൽ ഓരോ കുർബാനയിലും നമ്മൾ യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ ആ ഉയിർപ്പിന്റെ ജയം അതാണ് നമുക്ക് പകർന്നു വരുന്ന ഒരു യേശു ക്രിസ്തു നമ്മുടെ മുൻപിൽ ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്, നമുക്കൊരു വലിയ സാന്നിധ്യമായിട്ട് നമ്മുടെ മുൻപിൽ. ആ സാമീപ്യവും സാന്നിധ്യവും നമുക്ക് വളരെ വലിയ രൂപാന്തരം ഉണ്ടാക്കാൻ കഴിയും. അത് യേശുക്രിസ്തുവിന്റെ ശരീരം രക്തം ഏതെങ്കിലും ഭൗതികമായ അർത്ഥത്തിൽ അത് ശരീരവും രക്തവും ആകേണ്ട ആവശ്യമില്ല. ഈ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിനും വലിയ രൂപാന്തരം നമുക്കുണ്ടാകുന്നതിനും നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിക്കുന്നതിനും അതിശക്തമായ ഒരു സാന്നിധ്യമായി ഈ ഓർമ്മ നമുക്ക് തീരുന്നത്. ആ ഓർമ്മയാണ് നമുക്ക് ആവശ്യമായി. അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇത് എങ്ങനെ സാധിക്കുന്നു? ഇങ്ങനെയുള്ളൊരു വലിയ ഓർമ്മ നമുക്ക് യാഥാർത്ഥ്യമായി ലഭിക്കുന്നതിന് കർത്താവ് പറഞ്ഞു, ഇതെന്റെ ശരീരം. അപ്പം എടുത്തിട്ട് കൊടുത്തു, ഇതെന്റെ ശരീരം. പാനപാത്രം കൊടുത്തുകൊണ്ട് ഇത് പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. അതുകൊണ്ട് ഈ അപ്പം, ഈ രക്തം, ഇത് യേശുക്രിസ്തുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത് വഴി ഉയർത്തുന്നേറ്റ കർത്താവ് നമ്മുടെ സന്നിധി, നമ്മുടെ മുൻപിൽ അതിശക്തമായ ഒരു യാഥാർത്ഥ്യമായി വരുന്നു. ഭൗതികമായ അപ്പത്തിന്റെ അകത്തും വീഞ്ഞിനകത്തും ഭൗതികമായ രീതിയിൽ യേശുവിന്റെ ശരീരമില്ല, രക്തമില്ല എന്നുള്ളത് കൊണ്ട് ഈ വലിയ യാഥാർത്ഥ്യത്തിന് ഒരു കുറവും വരുന്നില്ല. മാത്രമല്ല, ഭൗതികമായ അർത്ഥത്തിൽ ഇത് ശരീരവും രക്തവുമായ ട്രഡീഷണലായിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലതാണ്. ഗുണം ഈ അപ്പവീഞ്ഞികൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ വലിയ യാഥാർത്ഥ്യത്തെ ഒരു വർത്തമാനങ്ങളുടെ യാഥാർത്ഥ്യമായി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. അത് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുകയും എന്ന് പറയുമ്പോൾ നിങ്ങൾ ചരിത്രത്തിലുടനീളം ഇത് ചെയ്യണം. വരുന്ന തലമുറകൾക്കൊക്കെയും ഞാൻ ഇപ്പോൾ കുറച്ചുനാൾ ഈ ഭൂമിയിൽ ജീവിച്ചേക്ക് പോകുന്നു, എന്നാൽ ഞാൻ പോകുന്ന കൂട്ടത്തിൽ എന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലാതെയാകാൻ പാടില്ല. ഞാനൊരു ലിവിങ് റിയാലിറ്റി ആയിട്ട് ആനന്തര തലമുറകൾക്കൊക്കെയും ഇരിക്കണം. അതിനാണ് ഞാൻ ഇത് ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ കുർബാന അനുഭവിക്കുമ്പോൾ, ഈ അപ്പം മുറുക്കി കൊടുക്കുമ്പോൾ, ഈ പാനപാത്രം പങ്കിട്ട് കൊടുക്കുമ്പോൾ, I am there as the risen, victorious Lord, living with you and enabling you to experience a triumphant life. പാപത്തിന്റെ മേൽ, തിന്മയുടെ മേൽ, ദോഷങ്ങളുടെ മേൽ എല്ലാം ജയമുള്ളതായ ആ ജയത്തിന്റെ അംശികളായും അവകാശികളായും നമ്മൾ നിലനിർത്തുകയാണ്. ഈ കാഴ്ചപ്പാട് ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നമുക്ക് ഉള്ളപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഒരു പടി മുമ്പോട്ട് പോയി ഈ എപ്പിക്ലേസിനെ കുറിച്ച് ചിന്തിക്കും. പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടിയുള്ളതായ അപേക്ഷ നമ്മളെ ചിന്തിച്ചേക്കാം. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ശരീരം, രക്തം, ഇത് ഒരു അവന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അത് ചെയ്യാനേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങ് ചെയ്ത് പൂർത്തീകരിച്ചാൽ പോലെ. എന്തിന് പരിശുദ്ധ റൂഹായെ വിളിക്കണം? പരിശുദ്ധ റൂഹായെ വിളിക്കാൻ കർത്താവ് പറഞ്ഞതുമില്ലല്ലോ. കർത്താവ് പറയാത്ത കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നത്. അതുകൊണ്ട് ഇതൊരു അയ്യപ്പറ്റല്ലേ എന്നുള്ള സംശയം നമുക്കുണ്ടാകും. അത് ആ ചോദ്യം അപ്രസക്തമല്ല. എന്നാൽ സഭ അതിന്റെ ചരിത്രത്തിൽ ഉടനീളം ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷിക്കാത്ത പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടി ഉള്ള അപേക്ഷ, പരിശുദ്ധ റൂഹ ആഗതമാകണമേ എന്നുള്ള അപേക്ഷയുണ്ട്. ഈ പാശ്ചാത്യ സഭകളുടെ എപ്പിക്ലേസിസും പൗരസ്ത്യ സഭകളുടെ എപ്പിക്ലേസിസും തമ്മിൽ അല്പം വ്യത്യാസം ഉണ്ടെങ്കിലും അവിടെ ഇവിടെയുള്ള എല്ലാ സഭകളും പരിശുദ്ധ റൂഹായുടെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആവാസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അല്പസ്വല്പ വ്യത്യാസമുണ്ട് എന്നുള്ളത്. എന്നാൽ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ കാരണം ഞാൻ നമ്മുടെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നിന്ന് അതൊന്ന് വിശദീകരിക്കുന്നത് എനിക്ക് താല്പര്യം. ഇത് യേശുക്രിസ്തുവിന്റെ ശരീരം. യേശുക്രിസ്തു ഇവിടെ ആഗതനാകുന്നു. അവൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ജനിക്കുന്നത് പോലെയാണ്. പണ്ട് നസറത്തിൽ ജനിച്ചതുപോലെ അവൻ നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി ജനിക്കുന്നു.
അവൻ നമ്മുടെ മുൻപിൽ രോഗശാന്തി വരുത്തുന്നു, പാപമോചനം വരുത്തുന്നു, അവൻ തിന്മയോട് എതിർക്കുന്നു, അവൻ പീഡ അനുഭവിക്കുന്നവരായി തീരുന്നു, അവൻ ക്രൂശിതനായി നിൽക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റവനായി നിൽക്കുന്നു. വേദപുസ്തകത്തിൽ ഈ ചരിത്രത്തിൽ ദൈവം പ്രവേശിച്ചത് പരിശുദ്ധ റൂഹായുടെ ആ പ്രവർത്തനം കൊണ്ടാണ്. മറിയാമിൽ പരിശുദ്ധ റൂഹ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധ റൂഹ ഉണ്ടായിരുന്നു. പിന്നീട് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഉടനീളം ആത്മാവിന്റെ ശക്തിയിലാണ് അത് ചെയ്തത്. യേശുക്രിസ്തു ഉയർത്തുന്നതിന് ശേഷം കടകടത്തിലുള്ളതായ ശിഷ്യന്മാരുടെ നടുവിൽ 10 പേരുടെ നടുവിൽ വന്നു കൂടിയിരുന്നു, നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാരോട് ഉയർത്തുന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദിയയിൽ, ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. പെന്തക്കോസ്ത് നാളിൽ സഭ ജനിച്ചപ്പോൾ അന്ന് പരിശുദ്ധ റൂഹായുടെ അതിശക്തമായ ആവാസം ഉണ്ടായി. അതുകൊണ്ട് യേശുക്രിസ്തു ഒരിടത്തുണ്ടാകുന്നത് ഈ അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ അത് കരുത്തുള്ള മാധ്യമങ്ങളായി നമ്മൾ അനുഭവിക്കണമെങ്കിൽ അത് അന്ന് യേശു ജനിച്ചപ്പോൾ പരിശുദ്ധ റൂഹായുടെ ആവാസവും സഭ ജനിച്ചപ്പോൾ പരിശുദ്ധ റൂഹായുടെ ആവാസവും ഉണ്ടായിരുന്നെങ്കിൽ ഈ അപ്പവും വീഞ്ഞും നമ്മൾ നുറുക്കി കഴിക്കുന്നത് പോരാ. അതിനകത്തൊരു അച്ഛനുണ്ടായോണ്ടോ കപ്പിയാറുണ്ടായോണ്ടോ ജനം ഉണ്ടായോണ്ടോ ഇതിനപ്പുറം ഈ അപ്പവും വീഞ്ഞും നമുക്ക് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമായി, യേശുക്രിസ്തുവിന്റെ നമ്മുടെ അടുക്കലുള്ളതായ ഒരു യാഥാർത്ഥ്യമായി അനുഭവപ്പെടണമെങ്കിൽ ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേലും കൂടി വന്നിരിക്കുന്ന നമ്മളുടെ മേലും പരിശുദ്ധ റൂഹായുടെ ആവാസം ഉണ്ടായിട്ട് ഈ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമായി രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. ആ ദർശനമാണ് അതിനകത്തുള്ളത്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നത് ഈ റോമൻ കത്തോലിക്ക സഭയും മറ്റും ഈ സ്ഥാപന വചനങ്ങൾ പുരോഹിതൻ പറഞ്ഞു കഴിയുമ്പോൾ അത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ നടന്നു കഴിഞ്ഞു, ഇത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്നു, രക്തമാകുന്നു. അപ്പൊ പുരോഹിതന് ഭയങ്കര പവറാണ്. അയാൾ ഈ വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷന്റെ എഫക്റ്റഡായി. നമുക്ക് ആ നിലപാടില്ല. ഇത് പട്ടക്കാരനാകട്ടെ, കൂടെ നിൽക്കുന്ന ആളുകളാകട്ടെ, ശുശ്രൂഷകരാകട്ടെ, ജനങ്ങളാകട്ടെ, അല്ല ഇതിനപ്പുറത്തായിട്ട് ഈ കുർബാനയിൽ അത് യഥാർത്ഥത്തിൽ കുർബാനയാകണമെങ്കിൽ, ഈ യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാകണമെങ്കിൽ, യേശുക്രിസ്തു സജീവമായി നമ്മുടെ മുൻപിൽ വന്നതെന്ന് നമുക്ക് ഒരു പ്രചോദനം നൽകി നമ്മളെ മുമ്പോട്ട് നയിക്കണമെങ്കിൽ, ദൈവരാജ്യ ദർശനത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ പരിശുദ്ധ റൂഹായുടെ ആവാസം ഇവിടെ ഇപ്പോൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടിയാണ് ഈ അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുവാനാകട്ടെ. ഇതിനകത്ത് എന്തോ രാസപരിണാമം വരുത്താനല്ല, മറിച്ച് ഈ അപ്പത്തിലും ഈ വീഞ്ഞിലും കൂടെ യേശുക്രിസ്തുവിന്റെ സജീവമായ ചൈതന്യപൂർവമായ സാന്നിധ്യം നമ്മൾ അനുഭവപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പേരും നമ്മുടെ പേരും ഈ അപ്പവീഞ്ഞുകളുടെ പേരും പരിശുദ്ധ റൂഹ ആവസിക്കണമേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ സാരാംശം. മറ്റൊരു വശം കൂടെയുണ്ട്. അങ്ങനെ കർത്താവ് നമ്മൾ നടുവിൽ സന്നിഹിതനാകുകയും തന്നെ തന്നെ നമുക്ക് നൽകുകയും ചെയ്യുന്നെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതായ നമ്മൾ രൂപാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ മക്കളായി സമർപ്പിക്കപ്പെടും. നമ്മുടെ ഒരു യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരമായിത്തീരുന്നു, സഭയായിത്തീരുന്നവരാണ്. അതുകൊണ്ട് സഭ യേശുക്രിസ്തുവിന്റെ ശരീരം എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സഭ യേശുക്രിസ്തുവിന്റെ ശരീരമായി തീരുന്നതും പരിശുദ്ധ റൂഹായുടെ ആവാസമുണ്ട്. അതുകൊണ്ട് ഈ അപ്പവീഞ്ഞുകൾ നമുക്ക് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമായി തീർക്കുന്നതും ആ അപ്പവീഞ്ഞുകൾ ആ വിധത്തിൽ അനുഭവിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരമായി സഭ ആരാധന സമൂഹം തീരുന്നതും ഇത് രണ്ടും പരിശുദ്ധ റൂഹായുടെ ആവാസം കൊണ്ടാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ റൂഹായുടെ ആവാസത്താണ് നാം വാസ്തവത്തിൽ ഈ അനുഗ്രഹങ്ങളിലേക്ക് ഈ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. ഞാൻ ഓർമ്മ
ശരിയായ ഓർമ്മയായി, അർത്ഥപൂർണമായ ഓർമ്മയായി യേശുക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമായി നമുക്ക് അനുഭവപ്പെടുന്നതിന് പരിശുദ്ധവുമായ ആവാസം ഈ ആരാധന സമൂഹത്തിന്റെ മേലും ഈ അപ്പവീഞ്ഞികളുടെ മേലും ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ ദർശനമാണ് അതിനകത്ത് ഉള്ളത്. അത്രയും കാര്യങ്ങൾ മാത്രമേ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുവാനായിട്ട് ഞാൻ ഒരുപ്പെടുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഉണ്ട് എങ്കിൽ പോലും ഇപ്പൊ 9:30 മണിയായിട്ടുണ്ട്. കൺക്ലൂഡിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ മാത്രമേ എനിക്ക് പറയാൻ. അതായത് ഇങ്ങനെ യേശുക്രിസ്തു നമുക്ക് സജീവ സാന്നിധ്യമായി തീരുന്നു, സഭ യേശുക്രിസ്തുവിന്റെ ശരീരമായി തീരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചലഞ്ച്, ഈ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ദൈവരാജ്യത്തിന്റെ സാക്ഷിയാകുക എന്നുള്ളതാണ്. ബി വിറ്റ്നസസ് ടു ദ കിങ്ഡം, വിറ്റ്നസസ് ടു ദ ഗോസ്പൽ. വിശുദ്ധ കുർബാന അത് എന്താണ്? അതിൽ തന്നെ ഒരു സുവിശേഷ പോഷണമാണ്. ഈ നിങ്ങൾക്കറിയാമല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക, ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുക. ഈ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി കാണുക, അറിയുക, അതൊക്കെയാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് ലോകത്തോടായത്, ആ ക്രൂശ് എന്ന് പറയുന്നത് ലോകത്തോടുള്ള മറുതലിപ്പുള്ള ലോകത്തോടുള്ള ദൈവ സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ്. മറുതലിപ്പുള്ള ലോകത്തോട് ദൈവത്തിന് ഇത്രയും സ്നേഹം ഉള്ളതുകൊണ്ടാണ് ക്രൂശിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഓരോ പ്രാവശ്യവും യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എങ്കിൽ ആ മരണത്തെ പ്രസ്താവിക്കുന്നതായ വിശുദ്ധ കുർബാന ഒരു പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ. നമ്മൾ അതുകൊണ്ട് ഈ ലോകത്തിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോഴൊക്കെ യേശുക്രിസ്തു ആര്, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം ആര്, യേശുക്രിസ്തുവിൽ കൂടി അവൻ എന്ത് ചെയ്തു, അത് മൂലം ലോകത്തിനും ലോക ചരിത്രത്തിനും എന്ത് വ്യതിയാനം വന്നു, ഇതൊക്കെയും ഈ ലോകത്തോട് നമ്മൾ പ്രഘോഷിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ കൂടിയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന ശുശ്രൂഷ ഒരു വലിയ സുവിശേഷ പ്രസംഗമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കുർബാനയെ സംബന്ധിക്കുന്നതിൽ എത്ര പേർക്ക് ആ ബോധം ഉണ്ടാകും എന്നെനിക്ക് സംശയമുണ്ട്. അത് സംബന്ധിക്കുന്ന ആളുകളുടെ കുഴപ്പം മാത്രമല്ല, വിശുദ്ധ കുർബാന ക്രമങ്ങൾ അതിന്റെ ചരിത്രത്തിൽ അതിനെ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. കുറെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ അതിനകത്തൊരു മങ്ങിപ്പോയി, പ്രത്യക്ഷമല്ലാതെ വന്നു, കാണപ്പെടാതല്ലാതെ പോയി, അതിന്റെ ഒരു ശക്തീകരണങ്ങൾ മാറിപ്പോയി, ദുർബലമായി. അതുകൊണ്ട് വിശുദ്ധ കുർബാന ശുശ്രൂഷ ഒരു സുവിശേഷ പ്രഘോഷണമായി തീരത്തക്കോണം അത് കുറച്ചുകൂടെ വ്യക്തതയുണ്ടായി, പുതുക്കമുണ്ടായി, പരിഷ്കരണമുണ്ടായി മുമ്പോട്ട് പോകണം എന്നൊരു അഭിപ്രായം കൂടി എന്റെ മനസ്സിലുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ സമാപിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് സംഗ്രഹിച്ചു പറയാം. നമുക്ക് ഈ യേശുക്രിസ്തു ഉദ്ദേശിച്ച കാര്യങ്ങളിലെ ഓർമ്മയ്ക്കായി ജീവിക്കും. അത് സാധ്യത പ്രായമായി തീരുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഇത് ഭൗതിക അർത്ഥത്തിൽ ശരീരമെന്നോ രക്തമെന്നോ പറയേണ്ടതായ ആവശ്യമില്ല. അത് അങ്ങനെ പറഞ്ഞും കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതില്ലാതെ തന്നെ ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രസ്താവനയാണ്, ഒരു ശക്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാനും അനുഭവിക്കാനും കുറച്ച് ഗൗരവപൂർവ്വം ശ്രമിക്കേണ്ടതുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടി ആ യേശുക്രിസ്തുവിനാൽ രൂപാന്തരപ്പെടുത്തപ്പെട്ട്, ചലഞ്ച് ചെയ്യപ്പെട്ട്, രൂപാന്തരപ്പെടുത്തപ്പെട്ട് ആ അനുഭവം നമുക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അതിനകത്തുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമാണ് ആ വലിയ വെല്ലുവിളി ഓരോ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും കൂടെ നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകണം. അങ്ങനെയുള്ള അർത്ഥപൂർണമായ കുർബാന അനുഭവവും കുർബാന ആരോഗ്യവും മാർത്തോമാ സഭയിൽ ഉണ്ടാകട്ടെ എന്ന് വളരെ പ്രത്യേകമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ വിളിച്ചിരുന്നത്. താങ്ക് യു. ഇപ്പോൾ അനൗൺസ്മെന്റ്സ് ബഹുമാനപ്പെട്ട വിൽസൺ കരിമല്ലൂർ.
അനൗൺസ്മെന്റ് ആയിട്ട് 2-3 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അനൗൺസ്മെന്റ് ആദ്യമേ ഇന്നത്തെ മീറ്റിംഗ് കേൾക്കാം. നമ്മളെ 10 മണിയാവുമ്പോൾ നിർത്താനായിട്ടുള്ള ക്രമീകരണമാണ്. കാര്യം നമ്മുടെ 2 സീനിയർ പട്ടക്കാരാണ് പിന്നെ മുഖ്യ പ്രഭാഷകവും മോഡറേറ്ററും ആയിട്ട് ഇരിക്കുന്നത്. അവരുടെ റിക്വസ്റ്റ് ഉണ്ട്. രണ്ടുപേരും നേരത്തെ ഉറങ്ങുന്നവരും ഒക്കെ ആയതിനാൽ നമ്മുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഈ സമയത്ത് പങ്കെടുക്കാമെന്ന് സമ്മതിച്ചത്. അതുകൊണ്ട് ഇനിയും സംസാരിക്കുന്നവര്, ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നവര് വളരെ കൃത്യമായിട്ട് 1 മിനിറ്റിനുള്ളിലൊക്കെ അത് പറഞ്ഞ് തീർത്ത് ആണോന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്ത ശനിയാഴ്ച 8:30 രാത്രി 8:30 ഇതുപോലെ തന്നെ നമ്മുടെ ഇതേ ലിങ്കും ഇതേ പാസ്വേഡും വെച്ച് നമ്മുടെ അടുത്ത ശനിയാഴ്ചത്തെ മീറ്റിംഗ് നടക്കുന്നതായിരിക്കും. അടുത്ത ശനിയാഴ്ചത്തെ മീറ്റിംഗിൽ നമുക്ക് പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ CP റോബർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഫോറത്തിന്റെ തന്നെ അംഗമാണ്. അദ്ദേഹം സീനിയർ സയന്റിസ്റ്റ് ആണ്. അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഹെഡായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരു പുതിയ കാർഷിക വിഷയവുമായിട്ടാണ് അടുത്ത ശനിയാഴ്ച നമ്മള് മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്. ഒരു ഏറ്റവും മികച്ച മാർത്തോമാ സഭയുടെ ഒരു അഭിമാനം തന്നെയാണ് ഈ കാർഷിക രംഗത്തും നമ്മുടെ ആൾക്കാർ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത്. എല്ലാവരും ഇത് പങ്കെടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം കൃഷിയില്ലാതെ നമുക്കൊരു പാരമ്പര്യം ഇല്ല. കൃഷിയാണ് നമ്മുടെ എല്ലാത്തിനും മികച്ചതായ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച ആരെങ്കിലും ഈ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ അംഗം അല്ലെങ്കിൽ പോലും അവർക്ക് ഈ ലിങ്കും ഈ പാസ്വേഡും ഉപയോഗിച്ച് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് ലൈറ്റഡ് ടു ലൈറ്റഡ് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതൊരു ഫോർവേഡ് ഗ്രൂപ്പാണ്. അതിന്റെ നിയമാവലികളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെട്ടാൽ അംഗത്വം നൽകുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണല്ലോ. അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഇപ്പോൾ ബഹുമാനപ്പെട്ട വിൽസൺ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അറിയിക്കാം. അച്ഛൻ അതിന് റെസ്പോണ്ട് ചെയ്യും. അഡ്വക്കേറ്റ് റോയി ഫിലിപ്പ് പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ ഇതൊക്കെ നോണാക്കി വരികയായിരുന്നു. ബഹുമാനപ്പെട്ട ഏബ്രഹാം ഗുരുവിളയച്ചൻ വളരെ മനോഹരമായി ഈ വിഷയം അവതരിപ്പിച്ചു. അച്ഛനോടുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. സത്യത്തിൽ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുവന്നത് മാർത്തോമാ കോളേജിൽ ഈ സമീപകാലത്തെ ഒരു അധ്യാപകരിൽ നിന്നുണ്ടായ ഒരു പ്രതികരണത്തോടനുബന്ധിച്ച് ഉണ്ടായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അപ്പം ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് പോകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന് ഇപ്പോൾ ഈ പറഞ്ഞത് ഈ സഭ സഭ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള വിശ്വാസമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ ഈ സഭ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു റിലീജിയൻ എന്നുള്ള ഒരു നിലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അത് പട്ടക്കാർ അഥവാ പുരോഹിതന്മാരാണ് ഇത് ചെയ്യുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഇത് നിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ അത് നമുക്കും ചെയ്യാം. പക്ഷെ ഇപ്പൊ സഭ അനുവദിക്കുന്നുണ്ടോ? ഞങ്ങൾ അൽമായർക്കും ചെയ്യാം, അൽമായർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോൾ സഭ അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സഭ അത് അനുവദിക്കാതെ ഇരിക്കുന്നതിന് കൈക്കൊണ്ട വിശ്വാസത്തിന്റെ ആധാരമായിട്ടുള്ളത് എന്താ? പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ മധുവായിക്കകത്ത് നിന്നുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് വരുത്തുമ്പോൾ അവിടെ വിശ്വാസത്തിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഈ വിശ്വാസത്തിന്റെ ക്രോഡീകരണം ഉണ്ടാകുന്ന സഭ ക്രോഡീകരിച്ചപ്പോൾ ഇത് പുരോഹിതന്മാർക്കും അല്ലെ പട്ടക്കാർക്ക് വേണ്ടി മാത്രമാക്കി ഇത് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു പട്ടക്കാരന് ഒരു റോള് അവിടെ ഈ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സഭ ഒരു റോളുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ചിന്തയിൽ
വിശ്വാസത്തിൽ ഇങ്ങനെ അത് ഞങ്ങൾക്ക് വാഴ്ത്തി ഇതിനെ ശുദ്ധീകരിക്കാൻ പറ്റുമോ? സഭയ്ക്ക് അച്ഛൻ പറഞ്ഞ പോലെ സ്തുതിക്കാൻ പറ്റുമോ? ദൈവത്തെ സ്തുതിക്കലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അൽമായർക്ക് അത് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാത്ത വിധത്തിലേക്ക് ഇതിനെ തക്സായിന്റെ ഒക്കെ രൂപീകരണത്തിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അച്ഛന് മനസ്സിലായി കാണാൻ എന്റെ ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി. കാരണം നമ്മളിപ്പോൾ അതിന്റെ ദൈവശാസ്ത്രം പറയുന്ന സമയത്ത് ഇതില്ല, ഇങ്ങനൊന്നുമില്ല, ഇത് പ്രൊക്ലമേഷൻ ഓഫ് ഗോസ്പൽ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പരിശുദ്ധ ഇത് എന്നൊക്കെ പറയും. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഘടനാപരതയുടെ വിശ്വാസവുമായിട്ട്, സഭയുടെ ഘടനയുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിനെ ചില ഈ പറയുന്ന തരത്തിലേക്ക് മാറുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്നാ പിന്നെ അടുത്ത ശ്രീ തോമസ്. അച്ഛാ ഗുഡ് ഈവനിങ്. ഞാൻ തോമസ് കെ പോൾ, കീഴില്ല. കേൾക്കാമോ അച്ഛാ? കേൾക്കാം. എനിക്ക് ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട എബ്രഹാം കുർല അച്ഛനോട് വലിയൊരു നന്ദിയാണ് പറയാനുള്ളത്. കാരണം വടക്കൻ തിരുവിതാംകൂറിലെ വിശ്വാസത്തിന്റെ പരമകാഷ്ഠയാണ് അച്ഛന്റെ ആദ്യത്തെ വാചകത്തിലൂടെ അച്ഛൻ പ്രകടിപ്പിച്ചത്. ഞങ്ങൾ ഒരിക്കലും ഇത് രക്തമോ മാംസമോ എന്ന് ഞങ്ങൾ ഒരിക്കലും ഇതുവരെ വിശ്വസിച്ചിട്ടില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരത്തോടും തിരുരക്തത്തോടുമുള്ള കൂട്ടായ്മ എന്ന് പറയുന്ന ആ വാചകമാണ് ഞങ്ങൾ ഇന്നും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതും വിശ്വസിക്കുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം 1994 വരെ ഞങ്ങളുടെ വികാരി അച്ഛന്മാർക്ക് ആർക്കും ഇത് രക്തമായിരിക്കുക എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛൻ വരെ ഞങ്ങളുടെ വികാരിയായിരുന്നു. അച്ഛൻ വരെ ഈ കൂട്ടായ്മ എന്ന് പറയുന്ന വാചകം പറഞ്ഞ് ഞങ്ങൾക്ക് കുർബാന തന്നിരുന്നുള്ളൂ. എന്നാൽ അതിനുശേഷം വന്ന് ബഹുമാനപ്പെട്ട അയ്യൂക്കുഴി അച്ഛൻ ഒരു ചെറിയൊരു സൂത്രം ഞങ്ങളുടെ വിശ്വാസാചാരങ്ങളിൽ അടിച്ചേൽപ്പിച്ചു. അച്ഛൻ ഒരു ഞായറാഴ്ച ഇത് ശരീരമാണെന്നും പറയും, പിറ്റേ ഞായറാഴ്ച കൂട്ടായ്മയാണെന്നും പറയും. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു കൺഫ്യൂഷനായി. ഈ കൺഫ്യൂഷൻ അച്ഛനൊരു 4 വർഷം തുടർന്നപ്പോഴത്തേനും ഇത് കൂട്ടായ്മയിലും കുഴപ്പമില്ല, ശരീരമായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ബുദ്ധിയെ കൊണ്ടുവന്ന് എത്തിച്ചു. പിന്നീട് വന്ന് ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ കുറ്റിയിൽ അച്ഛനായിരുന്നു. അച്ഛൻ ഇങ്ങനെ കൂട്ടായ്മ എന്ന് പറഞ്ഞ അച്ഛനെ ഉൾക്കൊള്ളുപോലുമില്ലാത്ത അച്ഛനായിരുന്നു. അച്ഛൻ പിന്നെ സ്ഥിരമായിട്ട് കൂട്ടായ്മ വിട്ട് ശരീരവും രക്തവുമാക്കി. അതിനുശേഷം അതായത് 1998 ഓൺവേർഡ്സ് ഞങ്ങൾക്ക് ഇപ്പോൾ രക്തവും ശരീരവും മാത്രമേ കിട്ടത്തുള്ളൂ. ഒരിക്കലും ഞങ്ങൾക്ക് കൂട്ടായ്മ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അത് വടക്കൻ തിരുവിതാംകൂറിന്റെ ഒരു വിഷമമാണ് എന്നുകൂടി പറയുന്നു. ഇനി അച്ഛൻ ആവശ്യപ്പെട്ട തക്സ വടക്കൻ തിരുവിതാംകൂറിലുള്ള ഏത് ദേവാലയങ്ങളിൽ തപ്പിയാലും കാണും. ഈ പറയുന്ന അച്ഛൻ പറഞ്ഞ അതേ വാചകം ഉൾപ്പെടുന്ന തക്സ എല്ലാ ദേവാലയങ്ങളിലും കാണും. മാർത്തോമാ സഭയുടെ വിശ്വാസം ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇത് രക്തവുമാവുന്നില്ല, മാംസവുമാവുന്നില്ല, പൂർണ്ണമായിട്ടും കർത്താവ് തന്ന രക്തവും മാംസവും തന്നതിന്റെ ഓർമ്മ കൊണ്ടാടുന്ന അതിന്റെ കൂട്ടായ്മയോട് അതിനോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസവും അതിന്റെ ഉൾക്കൊള്ളലും മാത്രമാണെന്ന് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുകയും അത് കൊണ്ടാടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്. ശ്രീ തോമസ് ജോയ്സ്. ബഹുമാനപ്പെട്ട എബ്രഹാം ഗുരുവിടെ അച്ചു, ഗുഡ് ഈവനിങ്. രണ്ടച്ഛന്മാർക്കും ഗുഡ് ഈവനിങ്, നമസ്കാരം. പിന്നെ ഞാനൊരു കൊച്ചു കാര്യം മാത്രം ഒന്ന് അഭിപ്രായം. ഈ സെമിനാരിയിൽ പറയുമ്പോൾ ഈ എല്ലാ ദിവസവും നമ്മുടെ മാതാപിതാക്കളൊക്കെ എല്ലാ ദിവസവും കുർബാന കൊള്ളണം എന്ന് ഷടിക്കുന്നവരാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും കുർബാന കൊള്ളണമെന്ന് എന്തെങ്കിലും ഒരു നിഷ്കർഷ വല്ലതും വച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ വൈദിക സെമിനാരിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ദിവസവും എല്ലാവർക്കും കുർബാന കൊടുക്കണം എന്നൊരു നിഷ്കർഷ വല്ലതും വെച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊരു ഏകീകരണം വല്ലതും അല്ലെങ്കിൽ അച്ഛന്മാർക്ക് കൊടുത്തു വിടുന്നുണ്ടോ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അത്രേ ഉള്ളൂ, അത്ര ചോദിക്കുന്നുള്ളൂ. സമയക്കുറവുണ്ട്, അത്ര ചോദിക്കുന്നുള്ളൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്ത്. അല്ല, അച്ഛനെ പറഞ്ഞത് ഒരളവില് ഈ യോഹന്നാൻ മാർത്തോമാ എന്നെ സംബന്ധിച്ച് പറയുകയാണെ, വേറൊരാൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള അവകാശമുണ്ട്.
ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ആശയ വ്യക്തത വരുത്തിയ ഒരു സഭാപിതാവായിരുന്നു ഡോക്ടർ യോഹന്നാൻ മാർത്തോമ എന്ന ഒരു ചിന്താഗതിക്കാരൻ ഞാൻ. അദ്ദേഹം ഇതേ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ സർക്കുലർ ഇത് ഈ പറയുന്ന സർക്കുലർ ഇറങ്ങുന്നത് 1953 മാർച്ച് മാസം 21-ാം തീയതിയാണ്. പ്രത്യേകിച്ച് സത്യം പഥ്യം ആ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നതായ ഒരു സാഹചര്യത്തിൽ രണ്ടു കൂട്ടരെ ഇപ്പൊ തന്നെ തോമസ് പോൾ പറഞ്ഞല്ലോ, രണ്ടു കൂട്ടരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ രണ്ടുപേരും കൂടെ പുറപ്പെടുവിച്ചതായ ഒരു സർക്കുലറിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഒരു എപ്പിസ്കോപ്പൽ സർക്കുലറിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് അത് വായിക്കാം. വിശുദ്ധ കുർബാനയും മാമോദിസായും കർത്താവ് നിയമിച്ച 2 കൂദാശകളാണ്. അവ ക്രിസ്ത്യാനികൾക്ക് നിർബന്ധമായിരിക്കുന്നതും അത്രേ. ദൈവവചനമാണ് കൂദാശകൾക്ക് വിലയുണ്ടാക്കുന്നത്. നൽകപ്പെട്ടിരിക്കുന്ന കൃപയെ മനസ്സിലാക്കി അനുഭവപ്പെടുത്തുന്നതിന് വിശ്വാസം അപരിജാത്യമാണ്. വിശുദ്ധ കുർബാന സംബന്ധിച്ച് വസ്തുമാറ്റ ഉപദേശം, അതായത് അപ്പത്തോടുകൂടെ ക്രിസ്തു സന്നിഹിതനാകുന്നു അഥവാ സ്ഥാനം എടുക്കുന്നു എന്ന ഉപദേശം, അതാണ് അച്ഛൻ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ. അപ്പം ഇത് അങ്ങ് മാറുന്നു, കംപ്ലീറ്റ് അങ്ങ് മാറുന്നു, സബ്സ്റ്റൻസ് തന്നെ മാറുന്നു എന്നുള്ളൊരു ചിന്ത അത് നമുക്ക് സ്വീകാര്യമല്ല. അത് വളരെ വ്യക്തമായിട്ട് അടച്ചങ്ങ് പറയുക, അത് നമുക്ക് സ്വീകാര്യമല്ല. കുർബാനയിലെ അപവിഞ്ഞങ്ങൾക്ക് 2 ചിന്തയാണ് അദ്ദേഹം പറയുന്നത്. അപവിഞ്ഞങ്ങൾക്ക് അടയാളം എന്ന വില മാത്രം കൽപ്പിക്കുന്നവരായാലും, അങ്ങനെ കൽപ്പിക്കുന്നവർ വർത്തമാന സഭയിലുണ്ട്, അങ്ങനെ അത് കൽപ്പിക്കുന്നവരായാലും വിശ്വാസികൾ ആത്മീയമായി അനുഭവിക്കുന്ന ഏതോ ഒരു സാന്നിധ്യം അതോടുകൂടെ ഉണ്ട് എന്ന് വീക്ഷിക്കുന്നവരായാലും. എന്നിട്ട് ബ്രാക്കറ്റിൽ അദ്ദേഹം ഇടുന്നുണ്ട് 2 കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരും മാർത്തോമാ സഭയിലുണ്ട്. ഈ 2 കൂട്ടത്തിൽ പറയുന്ന ആൾക്കാരും മാർത്തോമാ സഭയിലുണ്ട്. വിശുദ്ധ കുർബാനയിൽ കർത്താവ് തന്നെ നമുക്കായി നൽകുന്നുവെന്നും വിശ്വാസികൾ അവനുമായുള്ള സംസർഗത്തിലേക്ക് അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പൊ ഇത് രണ്ടിനുമുള്ള സാധ്യത സഭയിലുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒന്നെന്ന് പറയുന്ന ഒരു നിലപാട് സഭയ്ക്കില്ല. അതാണ് ഇപ്പോഴും സഭയുടെ ചിന്താഗതി. അതുകൊണ്ട് ഒരളവിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പം അധികം ഉപയോഗത്തിലിരിക്കാത്ത ടെക്സാണല്ലോ. എന്തോ അച്ഛൻ അതിന് അതിന്റെ ഒരു പേര് പറഞ്ഞല്ലോ, ആ സിനഡ് ടെക്സാവൂടെ ഓൾട്ടർനേറ്റീവായിട്ട് മാർത്തോമാ സഭയിൽ കുർബാനക്രമമായിട്ട് രൂപപ്പെട്ടു വരുന്നതൊരു ആവശ്യമാണെന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ചിന്താഗതിക്കാരൻ അല്ലാതെ എന്നാൽ അതേ അവസരം ഇത് വെറും അപ്പവും വീഞ്ഞും മാത്രമാണെന്നല്ല. there is a mystery in that. അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറായി. എന്നാൽ ഇത് അതിൻ്റെ അങ്ങേപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് വസ്തുമാറ്റ ഉപദേശത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ അങ്ങ് തെന്നി മാറുന്നതായ ഒരു തലത്തിലേക്ക് ഒരിക്കലും മാർത്തോമാ സഭ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നമ്മളുടെ നവീകരണമായ കാഴ്ചപ്പാടുകൾക്ക് തന്നെ അത് എതിരായിരിക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. ഏതെങ്കിലും ചോദ്യമല്ല, എൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടുവിൽ. അച്ഛന് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു. പ്രിയപ്പെട്ട എബ്രഹാം കുരുവിള അച്ഛന്റെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടെ കേട്ടു. 2 കാര്യങ്ങളാ പെട്ടെന്നുള്ള ഒരു കമന്റ്സ് പോലെ പറയാനായിട്ടുള്ളത്. ഒന്ന്, ഈ വസ്തുമാറ്റം എന്നുള്ള പ്രയോഗം, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്നതിന് പ്രൊട്ടസ്റ്റന്റ് സഭകളോ നമ്മുടെ സഭയോ ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഒരളവിൽ അച്ഛൻ അതിനെ ഒരു കറക്ഷൻ പറഞ്ഞു. വസ്തുമാറ്റം ശരിക്കും വസ്തുമയമായി മാറ്റം ഉണ്ടാകുന്നെന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ കാത്തലിക് തിയോളജിയൻസിൽ നിന്ന് തന്നെ ചിലര് ഉപയോഗിക്കുന്ന സാരാംശ മാറ്റം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ വസ്തുമാറ്റം എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അഡ്വക്കേറ്റ് റോയ് ആദ്യം പറഞ്ഞ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് അതിന് അച്ഛൻ മറുപടി പറയുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ
ഇത് വന്ന് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇത് അനുഷ്ഠിച്ച് ഇത് വളരെ കൾട്ടിക്കായി മാജിക്കലായ ഒരു സംഭവമാക്കി തീർത്തിട്ടുണ്ട് എല്ലാ സഭകളും. അത് നമ്മുടെ സഭ ആ രീതിയിൽ അല്ല എന്ന് പറഞ്ഞാൽ പോലും സമീപകാലത്തായിട്ട് ഇതിനെ ഒരുപാട് ആചാരപരമായ കൾട്ടിക്കായ ഒരു സംഭവമാക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മൾ അത് അംഗീകരിക്കാതിരിക്കാൻ തരയില്ല. എന്നാൽ ഈ ഒറിജിനലായി സംഭവം നടന്നപ്പോൾ യേശു കർത്താവ് ചെയ്തത്, എൻ്റെ ഒരു എളിയ ചിന്ത, യേശു തൻ്റെ ജീവിതവും പ്രവർത്തനവും തീർച്ചയായും താൻ തെരഞ്ഞെടുത്ത ശിഷ്യർക്ക് പോലും യേശു ആരാണെന്ന് മനസ്സിലായില്ല, യേശുവിന്റെ ദൗത്യവും മനസ്സിലായില്ല. അതുകൊണ്ട് ഒരു അറ്റകൈ പ്രയോഗം പോലെ യേശു ഇവിടെ ചെയ്യുകയാണ്. സോ ഹി വാസ് ട്രൈയിങ് ടു ഇന്റർപ്രറ്റ് ഹിസ് ഇംപെൻഡിങ് ഡെത്ത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രതീകങ്ങളാണ്. അതിനെ നമ്മൾ ആചാരവൽക്കരിച്ചാണ് ഈ പരിപാടികളെല്ലാം ഈ രീതിയിലാക്കി തീർത്തിരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ തീർച്ചയായും അതിൻ്റെ ഒരു കണ്ടന്റ് നമ്മൾ ഉൾക്കൊള്ളണം. അച്ഛൻ പറഞ്ഞതായിട്ടുള്ള അതിനൊരു മിഷനറി ഫോക്കസ് ഉണ്ട്, യേശുവിന്റെ ദൗത്യത്തിലെ പങ്കാളിത്തം. അത് ഞാൻ സ്വീകരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഡി സുനിലച്ചൻ. അച്ഛൻ ഞാനൊന്നും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയല്ല, ഞാൻ ശ്രദ്ധിച്ച അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ കയ്യിൽ 1954 യുഹാനൻ തിരുമേനി അവതാരിക എഴുതിയ, അതായത് ഒരു 15 പേജുകളിലായിട്ട് അതിനകത്തിൽ ആ തക്സയിലുണ്ട്. 15 പേജുകളിൽ തിരുമേനി ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. സിനഡ് തക്സ എങ്ങനെ ഉണ്ടായെന്നും തീത്തോസ് തിരുമേനിയുടെ സമയത്ത് തക്സ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ AV ഇട്ടിസാർ കുർബാന അപ്പവീഞ്ഞുകൾക്ക് അടയാളം എന്നിവരെ കൽപ്പിക്കുന്നവരായാലും വിശ്വാസികൾക്ക് ആത്മീയമായി അനുഭവിക്കുന്ന ഏതോ ഒരു സാന്നിധ്യം അതിനോട് അനുബന്ധിച്ചിട്ടുണ്ടെന്ന് വീക്ഷിക്കുന്നവരായാലും വിശുദ്ധ കുർബാനയിൽ കർത്താവ് തന്നെ നമുക്കായി നൽകുന്നു എന്നും വിശ്വാസികൾ അവനുമായി സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു എന്നൊക്കെയുള്ള ഭാഗമൊക്കെ കോട്ട് ചെയ്തത്. അപ്പൊ അത് വളരെ വിശദമായിട്ട് തിരുമേനി അതിനെക്കുറിച്ച് തന്നെ കുർബാന എന്താണെന്നും കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു സമീപനം എന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അത് പ്രസ്താവിച്ചു. ആ തക്സാന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു കോപ്പി ഞാൻ അച്ഛന് തരാം. 1954 എനിക്കൊരു കോപ്പി അങ്ങനെ കിട്ടിയതാണ്, വളരെ അവിചാരിതമായി കിട്ടിയ ഒരു കോപ്പിയാണ്. ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ അതിന്റെ 37ാമത്തെ പേജിൽ ഈ 2 കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ അപ്പം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ വിശുദ്ധ റൂഹ ഈ അപ്പത്തെ വാഴ്ത്തി അത് ഞങ്ങൾക്ക് നിന്റെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു മിശിഹായുടെ രക്തത്തിന്റെ കൂട്ടായ്മയായിരിക്കാൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കാസ വാഴ്ത്തുന്ന സമയത്ത് ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ വിശുദ്ധ റൂഹ ഈ കാസായി വാഴ്ത്തി അത് ഞങ്ങൾക്ക് നിന്റെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു മിശിഹായുടെ രക്തത്തിന്റെ കൂട്ടായ്മയായിരിക്കാൻ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് ഈ ഇത് പറയുന്നത് അപ്പം വാഴ്ത്തിക്കൊണ്ടും വീഞ്ഞു വാഴ്ത്തിക്കൊണ്ടും കാസ വാഴ്ത്തിക്കൊണ്ടും ഉള്ള പ്രാർത്ഥന ചെയ്യുന്നതിനുള്ളൊരു 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ പറയാനുള്ളത്, ഇപ്പം അച്ഛൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇപ്പോഴത്തെ തക്സയില് അങ്ങനെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതാ ഈ കുർബാന ചൊല്ലുന്ന അച്ഛന്മാരുടെ ഒരു പ്രതിസന്ധി അതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങുന്ന തക്സ, ഇപ്പൊ ലേറ്റസ്റ്റ് തക്സ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതും വെച്ച് 2 കൂടെ വെച്ചുകൊണ്ടാണ് ഞാനിത് കമ്പയർ ചെയ്താ പറയുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതായത് ഈ യുഹാനൻ തിരുമേനി അവതാരി എഴുതിയ തക്സയില് ഈ 2 ഓപ്ഷനും ഉണ്ട്. ഇപ്പോഴത്തെ തക്സയില് ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറയുന്ന, അതുപോലെ അപ്പം വാഴ്ത്തുന്നതിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ അച്ഛനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. അച്ഛൻ വളരെ ഹൃദ്യമായിട്ടും വളരെ മീനിങ് ആയിട്ടും ഈ സെഷൻ എടുത്ത് അച്ഛനോടുള്ള പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. AP അധ്യാനച്ചനോട് കഴിഞ്ഞിട്ട് എബ്രഹാം കുള്ളച്ചൻ പൊതുവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യും. AP അധ്യാനച്ചൻ. താങ്ക് യു അച്ഛൻ. ഇവിടെ പ്രധാനമായ ചോദ്യം എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് സിനഡ് തക്സായിലെയും ടൈറ്റസ് സെക്കൻഡ് മറ്റ് സാധാരണ ഉപയോഗിക്കുന്ന തക്സായിലെയും എപ്പിക്ലിസിസിലെ വാചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തിനെ ആണ് ബേസിക്കായിട്ട് എന്തിനെ കാണിക്കുന്നു? എന്താണ് ഇവിടുത്തെ ചോദ്യം എന്ന് ചോദിച്ചു. അതായത് ഈ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഈ എപ്പിക്ലിസിസ് പറയുന്നതിന് മുൻപുള്ളതും അതിന് ശേഷമുള്ളതുമായ
ഈ കാർമികന്റെ മുമ്പിലിരിക്കുന്ന അപ്പത്തിന് എന്ത് വ്യത്യാസം വന്നു? ഒരു ഭൗതികമായ രീതിയിലാണോ ആത്മീയ രീതിയിലാണോ ഒക്കെ അതിനെന്തോ മാറ്റം വന്നു എന്നുള്ളതല്ല ചോദ്യം. പിന്നെയോ ഈ ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ വിശുദ്ധ റൂഹായി അപ്പത്തെ വാഴ്ത്തി അത് ഞങ്ങൾക്ക് എന്തുവാ ശരീരത്തിന്റെ കൂട്ടായ്മ ആചരിപ്പിക്കുക. ഈ ശരീരത്തിന്റെ കൂട്ടായ്മ എന്നുള്ളത് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് പൗലോസിന്റെ ഒരു വാചകം തന്നെയാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പാർട്ടിസിപ്പേഷൻ ഇൻ ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതാരാ? വിശ്വാസികൾക്ക് ഇതൊരു പാർട്ടിസിപ്പേഷനായി തീരത്തക്കവണ്ണം ഇത് വേർതിരിക്കപ്പെടുമാറാകട്ടെ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഇവിടെയുള്ളത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതായത് അപ്പത്തിന്മേലും ഈ വീഞ്ഞിന്മേലുമുള്ള ഏതോ ഒരു പ്രയോഗത്തിലൂടെ പ്രത്യേകിച്ച് കാർമികൻ കൈ അതിന്മേലോട്ട് 2-3 പ്രാവശ്യം ഒക്കെ വെച്ച് പറയുമ്പോൾ ഏതോ അവിടെ സംഭവിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അതല്ല കാര്യം. വിശ്വാസികൾക്കത് ഞങ്ങൾക്കിതൊരു വലിയ അനുഭവമായി തീരുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയല്ലയോ? സോ ബേസിക്കലി ദ ക്വസ്റ്റ്യൻ ഈസ് ഈ എപ്പിക്ലേസിസോടുകൂടെ ഈ അപ്പത്തിലും വീഞ്ഞിലും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയ ഡിസ്കഷനും. അതിനുശേഷം ഇങ്ങനെ ഈ 2 തരത്തിലുള്ളതായ വാചക ഘടനയിലൂടെ ഇതിങ്ങനെ 2 ദക്സ എന്ന പോലെ, അല്ലെങ്കിൽ 2 ദക്സകൾ നമുക്കുണ്ട് എന്നുള്ളതായി ഇപ്പോഴും നമ്മൾ അതിനെ ഉറപ്പിച്ച് പറയുന്നത്. ഈ അവതാരികയിലൊക്കെ ഇതിനകത്ത് എഴുതുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് 2 ദക്സ ഉണ്ട്. ഒന്ന് ടൈറ്റസ് സെക്കൻഡിൻ്റെതും മറ്റേത് സിനഡ് ദക്സായും ഉണ്ടെന്ന് പറയുകയും അതേസമയത്ത് സിനഡ് ദക്സ ഇത് ഒരിക്കലും പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതും വലിയൊരു തെറ്റാണ്. അത് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് ഈ വിധത്തിൽ ഈ ചേഞ്ചിനെ കാണണം എന്നുള്ളതാ ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് പറയാനുള്ള മാത്രമേ ഞാൻ ശ്രമിച്ചോളൂ. മറുപടി പറഞ്ഞോട്ടെ. പറയേണ്ടത് റോയൽ ഫിലിപ്പ് പ്രാരംഭത്തിൽ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ശരിയാണ്. അതായത് ഈ കാലം നീങ്ങി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഘടനകളൊക്കെ ഒത്തിരി റിജിഡായി. അതുകൊണ്ട് ഈ പൗരോഹിത്യം ഒത്തിരി ശക്തി പ്രാപിച്ചു എന്നൊക്കെ ഉള്ളത് വളരെ ശരിയാണ്. ഈ ഒരു പ്രസ്ഥാനം ചരിത്രത്തിൽ അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാകണമെങ്കിൽ അതിന് കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ടാകാതെ ഉപയോഗം. എന്നാൽ അത് ഒരു റിജിഡ് ആകാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇപ്പൊ പുരോഹിതന്മാർക്ക് പട്ടക്കാർക്ക് മാത്രമേ കുർബാന അനുഷ്ഠിക്കാൻ അനുവാദമുള്ളൂ. ജനങ്ങൾക്ക് കുർബാന അനുഷ്ഠിക്കാൻ അനുവാദം ഉണ്ടായിക്കൂടെ? എന്റെ അഭിപ്രായത്തിൽ ദൈവശാസ്ത്രപരമായി അതിനകത്ത് വലിയ തർക്കം പറയാനില്ല. റോമൻ കത്തോലിക്ക സഭയില് അൽമായർക്ക് മാമോദിസ നടത്താൻ അനുവാദം അധികാരമുണ്ട് ഒരു എമർജൻസീസ്. അതിന്റെ അർത്ഥം ഈ പട്ടക്കാരന് മാത്രമേ മാമോദിസ നടത്തൂ എന്നുള്ള ദൈവശാസ്ത്ര നിലപാടില്ല. നമുക്കൊരു ക്രമമായി കാര്യങ്ങൾ ചിട്ടയായിട്ടും ക്രമമായിട്ടും പോകുന്നത് നമ്മൾ ചെയ്യുന്നു. എന്നാൽ ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷനിൽ ആ അൽമായന് അധികാരമുണ്ട്. അനുവാദിക്കലി കുർബാനയുടെ കാര്യത്തിൽ അതവിടെ ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. സഭയിൽ ഈ വാർഡെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകാതിരിക്കുന്നതിനും ആളുകൾ തമ്മിൽ ഒത്തിരി ആരോഗ്യമുണ്ടായി ഇപ്പോഴത്തേക്കാൾ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഒരു ക്രമീകരണം എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത്. ഈ പട്ടത്വം എന്ന് പറയുന്നത് ഏതോ അൽമാരെയും പട്ടക്കാരെയും തമ്മിൽ വേർതിരിക്കുന്ന എന്തോ ഒരു സംഗതി. അൽമാർക്ക് ഇല്ലാത്ത എന്തൊക്കെയോ പ്രത്യേകമായ സിദ്ധികളോ പദവികളോ ആത്മീയമായ നൽവരങ്ങളോ ഒക്കെ ഇവിടെ ഉണ്ട്. അതല്ല, ഇത് സഭയ്ക്ക് ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയിൽ ആത്മാവരും പട്ടക്കാരും ഒരുപോലെ പങ്കാളികളാണ്. നമ്മുടെ സഭ ഒരിക്കലും ഈ മീഡിയേറ്ററി പ്രീസ്റ്റ്ഹുഡ് അംഗീകരിക്കുന്ന ഒരു സഭയല്ല. ഇപ്പോൾ കുറെ പേരൊക്കെ അങ്ങനെ വാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തരത്തിൽ യോജിക്കുന്നില്ല. ജനങ്ങൾ ഒരുമിച്ചാണ് കുർബാന അർപ്പിക്കുന്നത്. നമ്മുടെ ദൈവശാസ്ത്രപരമായ ജനങ്ങളാണ് കുർബാന അർപ്പിക്കുന്നത്. അത് അൽമാർക്ക് ചില പങ്കുണ്ട്, പട്ടക്കാരന് വേറെ ചില പങ്കുണ്ട്. ജനങ്ങളെ കൂടാതെ കുർബാന അർപ്പിക്കാൻ ഒക്കുകയും അത് സഭയില് ഒരച്ഛൻ തന്നെ പോയി കുർബാന എല്ലാം ഒക്കുകയും ജനങ്ങളും അച്ഛന്മാരും കൂടെ കൂടിയേ കൊണ്ടു. അതിൽ അച്ഛന് ചില പങ്കുകളുണ്ട്, ക്രമീകരണത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത്.
എന്നാൽ ചൂണ്ടിക്കാണിച്ചതായ മൗലികമായ പ്രശ്നമാണ് നിൽക്കുന്നത്. എക്കാലത്തും ഈ സാമൂഹ്യ പരിവർത്തനങ്ങളുടെ ഫലമായിട്ടും മറ്റും ഈ ഘടനകൾ രൂപപ്പെട്ട് അതിനകത്ത് അധികാര സ്ഥാനങ്ങളുള്ള ആളുകളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഭാഘടനകൾ വളരെ റിജിഡാക്കി ചിലരെ ഒഴിവാക്കി ചിലരെ കുത്തകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായ സ്ഥിതിവിശേഷമുണ്ട്. അത് യാഥാർത്ഥ്യമെന്ന നിലയിൽ ഞാൻ അംഗീകരിക്കുന്നു. അത് പരമാവധി നമ്മൾ അതിനെ ഒഴിവാക്കുന്നതിന് ബുദ്ധിയുള്ള ഉദ്യമങ്ങൾക്ക് പ്രസക്തിയുണ്ട്. റോയിയെ പോലുള്ള ആളുകൾ ആ കാര്യങ്ങൾ മുൻകൈയിട്ടത് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ ആശംസകളൊക്കെ കാര്യത്തിൽ അറിയിക്കുകയും ചെയ്യും. തോമസ് പോലെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, ചില ഒബ്സർവേഷൻസ് ആണ് പറഞ്ഞത്. ആ ഒബ്സർവേഷൻസ് ഞാൻ പൂർണ്ണമായിട്ടും ശരിവയ്ക്കുന്നു. വടക്കൻ തിരുവിതാംകൂറിലെ ആളുകൾക്ക് ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ളതായ സ്വാതന്ത്ര്യങ്ങളും പ്രിവിലേജസും ഉണ്ട്. ആ പ്രിവിലേജസ് ഒന്നും എടുത്തു കളയുന്നത് ശരിയല്ല. അതെല്ലാം പുലർത്തിക്കൊണ്ട് പോകേണ്ടത് തന്നെ ആണ് എന്നാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായം. ഈ ജോയിസ് എല്ലാ ദിവസവും കുർബാന മാർത്തോമാ അങ്ങനെ ഒരു പരിപാടി ഉള്ളതായിട്ട് എനിക്കറിയാൻ പാടില്ല. റോമൻ കത്തോലിക്ക സഭയിലെ ഓരോ പുരോഹിതനും ഓരോ ദിവസവും കുർബാന ചൊല്ലണമെന്നുള്ള നിയമമാണ്. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണമെന്ന് ജനങ്ങൾക്ക് പ്രത്യേകമൊന്നും കേട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ സഭയിൽ ജനങ്ങൾ എല്ലാ കുർബാന എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണമെന്നോ ഒറ്റക്കാരൻ എല്ലാ ദിവസവും കുർബാന ചൊല്ലണമെന്നോ ഒരു നിയമമില്ല. ഈ ചോദ്യം എവിടെ നിന്ന് ഉത്ഭവിച്ചു, അതിന്റെ സാഹചര്യവും പശ്ചാത്തലവും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ജോയിസിന്റെ സൂചന ആരെങ്കിലും കുർബാന ചൊല്ലുമ്പോൾ വന്നവരെല്ലാം കുർബാന കൊടുക്കുന്നു, അതിനെ സംബന്ധിച്ച് ഒരു പരാമർശമാണോ? അതായത് ഈ പള്ളിയിൽ പോയാൽ കുർബാന കൊള്ളുന്നു, അങ്ങനെയല്ല. നമുക്ക് ഒരു ഈ കുർബാനയിൽ പങ്കുചേരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അർത്ഥപൂർണമായിട്ട് വേണം പങ്കുചേരാൻ. നിരന്തരമായി ഒരു കർമ്മം എന്ന നിലയിലോ ഒരു റുട്ടീൻ എന്ന നിലയിലോ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന നിലയിലോ ഉള്ള പങ്കാളിത്തമല്ല ആവശ്യമായിട്ടുള്ളത്. ഇട്ടിസാറ് ഈ നമ്മുടെ സിനഡ് വ്യവസായെ കുറിച്ചും ടൈറ്റിൽ സെക്കൻഡ് വ്യവസായെ കുറിച്ചും ഒക്കെ പറഞ്ഞ ഒരു സിമ്പിൾ സ്പിരിച്വൽ പ്രസൻസ് ഈ വക കാര്യങ്ങൾ ഒക്കെ സൂചിപ്പിച്ചു. അത് അവസാന അധ്യായത്തിൽ പറഞ്ഞതും ഇതുമായിട്ട് കുറച്ച് ബന്ധമാണ്. അതായത് ഈ അപ്പത്തിനെല്ലാം സംഭവിക്കുന്നു, വീഞ്ഞിനെല്ലാം സംഭവിക്കുന്നു, അതല്ല. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ നമ്മൾ അനുഭവിച്ചിട്ട് ആർ വി ബീയിങ് ചലഞ്ച്ഡ് ബൈ ദി ലിവിങ് ക്രൈസ്റ്റ്, അതിനെ ഒരു മാധ്യമമായിട്ടാണ് ഈ അപ്പം വീഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ചുറ്റുന്നത് വഴി ഈ പരിശുദ്ധവായിക്ക് വേണ്ടിയുള്ള അപേക്ഷ പറയുകയില്ല. അതിന് മുമ്പും പിൻപും ഈ അപ്പത്തിൽ എന്നാ മാറ്റം വന്നു എന്നുള്ളതല്ല. അപ്പോൾ നമ്മളുമായിട്ടുള്ള ബന്ധത്തിലാണ് മാറ്റം. നമ്മളെ കുറച്ചുകൂടെ ചലഞ്ച് ചെയ്യാനുള്ള പവർ ഈ അപ്പത്തിനും വീഞ്ഞിനും ഉണ്ടാവുന്നത്. അതാണ് ചലഞ്ച് നമുക്ക് അനുഭവപ്പെടാതിരുന്ന അത് ശരിയല്ല. അത് ചില അത്യാവശ്യത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ അല്പം ഒരു കാര്യം കൂടെ സമയം പോകുന്നെങ്കിലും ചോദിക്കാം. നമ്മുടെ ഈ ക്രമത്തിനകത്ത് ഇപ്പോ അന്നത്തെ ഈ തത്വമെല്ലാം വന്നപ്പോ ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായ തിരുശരീരമായിരിപ്പ. അപ്പോ ആ ഹോൾ എംഫസിസ് അപ്പത്തിന്റെ മേലാണ്. എന്നാൽ നമ്മുടെ ഈ ഫോർമുല എപ്പിക്ലേസിന്റെ ഫോർമുലയ്ക്ക് മുമ്പ് പരിശുദ്ധവായിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, രഹസ്യ പ്രാർത്ഥനയാണ്. നിർഭാഗ്യവശാൽ അതിപ്പോ രഹസ്യമായി പോയി. ഞാനിപ്പോ പരസ്യമായിട്ട് വാദിക്കാറുള്ളൂ. ഇപ്പൊ ലേറ്റസ്റ്റ് പുസ്തകങ്ങൾക്കകത്ത് പരസ്യമാക്കിയിട്ടുണ്ടെന്നായിരിക്കും. അതിനകത്ത് പരിശുദ്ധവായ ആവാസം ഈ അപ്പത്തിന്റെ മേൽ, ഈ അപ്പവീതികളുടെ മേലും ഈ ഞങ്ങളുടെ മേലും, അതായത് സമൂഹത്തിന്റെ മേലും ഉണ്ടാകുന്ന ഫലത്തിൽ ഈ അപ്പവീഞ്ഞികൾ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമായി, അതായത് യേശുക്രിസ്തുവിന്റെ റിയൽ സാന്നിധ്യമോടെ ഉണ്ടായി ഞങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ഒരു റിയാലിറ്റി ആയിട്ട് യേശുക്രിസ്തുവിടെ ഉണ്ടാകത്തക്കോണം പരിശുദ്ധമായ ആവാസം സജീവമാകണമേ എന്നാണ്. അതായത് ഇമ്പാക്ട് ഓൺ ദ പീപ്പിൾ, ജനങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട സംഗതി. അല്ല ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അപ്പുറത്ത് നിൽക്കുക, അത് നമ്മുടെ ആ മാധ്യമത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയി. ഞാൻ നിങ്ങളോട് കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഓർത്തഡോക്സുകാരുടെ ക്രമത്തിനകത്ത് ഇപ്പോഴും ഉള്ളതായ ആ ഫോർമുല അത് നമ്മുടേതിനേക്കാൾ മെച്ചമാണ്. അത് ഞാൻ വായിക്കാം.
പരിശുദ്ധാത്മാവ് ആവശ്യിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മെസ്സിയാതമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കട്ടെ. അപ്പോ ഈ അപ്പം ഇത് ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അത് ജീവൻ നൽകുന്നതാണ്, രക്ഷ നൽകുന്നതാണ്, റിലേഷണലാണ്. എസെൻഷ്യലി പരിശുദ്ധമായ ആവാസം മൂലം ഞങ്ങളും ഈ അപവീനികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർഡറാകുന്നു, വ്യത്യസ്തമാകുന്നു. അതിലാണ് മാറ്റം. ആ റിലേഷണൽ ഡയമെൻഷൻ നമ്മുടെ ഇതിനകത്ത് ഈ അപ്പം പരിശുദ്ധ ആവശ്യിച്ച ഈ അപ്പം ശുദ്ധീകരിക്കേണ്ടത് അപ്പത്തെ ശുദ്ധീകരിക്കണമെന്നാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചുള്ളതായ ഇൻക്ലൂഷൻ ഒന്നുമില്ല. ജനങ്ങളോടുള്ള ആ ഒരു റിലേഷണൽ ഡയമെൻഷൻ അതിനകത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. അത് നമ്മുടെ അന്നത്തെ തർക്കത്തിന്റെ നടുവിൽ ഇതുണ്ടായപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ ആ ഭാഗം ഒരുപക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ ചിന്ത. അതുകൊണ്ട് ആ റിലേഷണൽ ഡയമെൻഷൻ എടുക്കുകയും ഈ ഇമ്പാക്ട് ഓൺ ദി കമ്മ്യൂണിറ്റി ഓഫ് വർഷിപ്പേഴ്സ്, ആ ചലഞ്ച് നമ്മളൊക്കെ കുറച്ചുകൂടെ ശക്തമായി എക്സ്പീരിയൻസ് ചെയ്യത്തക്കോണം കാര്യങ്ങളൊക്കെ ഭേദപ്പെടുത്തി എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് എന്റെ ചിന്ത. പിന്നെ കേരളത്തിന് ഈ കട്ടിക്കാക്കുന്നു, മാജിക്കലാക്കുന്നു വളരെ നിർഭാഗ്യകരമാണ്. നമ്മുടെ സഭയിൽ ഇപ്പോ ഔദ്യോഗികമായി തന്നെ ഇതൊരു കട്ടും ഒരു മാജിക്കും ഒക്കെ ആയിട്ട് അവിടെ പ്രോണോസിന്റെ ആ മൂലയ്ക്ക് മുത്തുക, ഇങ്ങനെ മൂലയ്ക്ക് മുത്തുക, അവിടെ വണങ്ങുക, ഇവിടെ വണങ്ങുക, അവിടെ തിടുക, ഇവിടെ തിടുക, ഇതെല്ലാം കൃത്യമായി നിർവഹിക്കുന്നതിലാണ് ഇത് കുർബാനയാകുന്നത്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി യേശുക്രിസ്തുവിനാൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു നിമിഷമായി വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുന്നതിന് പകരം കുറെ കർമ്മങ്ങൾ, ആചാരങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൃത്യമായി ചെയ്യുന്നതാണ് പൗരത്വത്തിന്റെ അടിസ്ഥാനം എന്നും മറ്റും സങ്കല്പിക്കുന്നു. വളരെ നിർഭാഗ്യകരമാണ്. നമുക്ക് ഞാൻ അവസാനം സൂചിപ്പിച്ചതുപോലെ ഒരു വിശുദ്ധ കുർബാന ഒരു പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ, അത് ചോർന്നു പോകത്തക്കോളം നമ്മുടെ കുർബാന തർസാകളുടെ ചരിത്രപരമായ വളർച്ചയിൽ കുറെ ഏറെ ദോഷങ്ങൾ കടന്നുകൂടി അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. വരുന്ന ആളുകൾ അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞതായ നന്ദിയും സന്തോഷവും അറിയിക്കുകയും ചെയ്യും. താങ്ക് യു. അച്ഛാ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. തോമസ് കേപ്പോളാണ്. അതായത് വടക്കൻ തിരുവിതാംകൂറിലെ മാർത്തോമ സഭയിൽ വിശ്വാസങ്ങളിൽ ഒരു വ്യതിയാനം ഉണ്ടായിട്ടില്ല. തുടക്കം മുതൽ എങ്ങനെയായിരുന്നു അതാണ് ഞങ്ങൾ ഇപ്പോഴും തുടരുക. ഈ 94 വരെ ഞങ്ങൾ തുടർന്ന അതാണ്. പക്ഷെ ധാരണ ഇവാഞ്ചലിക്കൽ സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് പ്രത്യേക അവകാശം തന്നതാണ് ഇത് എന്നാണ് പലരും, മാർത്തോമക്കാരായ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ മാർത്തോമ സഭ ഉണ്ടായ അന്നു മുതൽ ഞങ്ങൾ തുടരുന്ന വിശ്വാസവും ആചാരവുമാണ് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നത്. അത് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുകൊണ്ട് പറയാൻ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പലരും തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 60s ഉണ്ടായി തന്ന പ്രത്യേക അവകാശമല്ല, ഞങ്ങൾ തുടക്കം മുതലേ ഇങ്ങനെയാണ്. അതിനകത്ത് തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതോ നിങ്ങൾക്ക് വേണ്ടി ഏതോ പുതിയതായിട്ടുണ്ടാക്കി തന്നെ സഭയിൽ പ്രാരംഭം തൊട്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഓരോ അഭിപ്രായങ്ങളുമാണ് വടക്കൻ തിരുവിതാംകൂറിലുള്ളതായ ആളുകൾക്കുള്ളത്. ആ അഭിപ്രായം ന്യൂനപക്ഷമാണെങ്കിൽ പോലും അത് പരീക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് സഭയുടെ ഔദ്യോഗികമായ നിലപാട്. ഫിലിപ്പൻ തോമസ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഫിലിപ്പൻ തോമസ് സാറിനൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതെ അത് ചെറിയ കാര്യം മാത്രം. അതായത് കേൾക്കാമല്ലോ. അതായത് അച്ഛന്റെ വളരെ പ്രസക്തമായ ഈ പ്രഭാഷണത്തെ കണ്ടന്റിനെ അപ്രസക്തമാക്കുന്ന ഒരു പ്രസ്താവനയോടാണ് ഈ സബ്സ്റ്റൻസ് സെർവ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഒരു സംശയം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായിട്ട് ഇതാ തരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് തരുന്നത്. അച്ഛന്റെ ആ കണ്ടന്റും ആ പ്രസ്താവനയുമായിട്ട് വലിയ വൈരുദ്ധ്യം പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ. നമുക്ക് ഇടക്കാലത്ത് വന്നുകൂടിയതായ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് ഈ കുർബാന എന്ന് പറയുന്നത് തന്നെ പാപമോചനത്തിന് വേണ്ടിയുള്ളതായ ഒരു നടപടിയാണ്. ആ കുർബാനയുടെ അതിന്റെ വേദപുസ്തകപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും അതിന്റെ ആ വളരെ വിപുലമായ സങ്കല്പങ്ങളെല്ലാം അങ്ങ് പോയി ഈ പാപമോചനം കിട്ടുക, ന്യായവിധി അന്ത്യന്യായവിധി ഉണ്ടാകാതിരിക്കുക, സ്വർഗത്തിലേക്ക് പോകാൻ ലൈസൻസ് കിട്ടുക, അതിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ ആത്മാവിന്റെ മാത്രമല്ല ശരീരത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക. ബേസിക്കലി ഒരു കൺസ്യൂമറിസ്റ്റ് ആണ്
എനിക്ക് പാപമോചനം കിട്ടണം, എന്റെ രോഗം പോകണം, അതിനുവേണ്ടി ഞാൻ കുർബാന അനുഭവിക്കുന്നു. ഈ കുർബാനയിലെ ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എംഫസിസ് എല്ലാം ചോർന്നു പോയിട്ട് ഒരു വളരെ ഷാലോ നാരോ കൺസ്യൂമറിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദി യൂക്കറിസ്റ്റ്, അതിനെക്കുറിച്ചാണ് സാർ ഇപ്പൊ ചൂണ്ടിക്കാണിച്ച്. ഞാൻ സാറിന്റെ ആ ഒബ്സർവേഷനോട് വളരെ ശക്തിയായി യോജിക്കുന്നു. അതിലൊക്കെയാണ് വാസ്തവത്തിൽ മാറ്റം ഉണ്ടാകേണ്ടത്. അത് ആരാധന രീതികള്, ആരാധന ക്രമങ്ങളുടെ കണ്ടന്റ്, ആരാധന നടത്തുന്നതായിട്ടുള്ള അതിന്റെ സംവിധാനങ്ങൾ, ഇതെല്ലാത്തിനകത്തും പുതിയ നിയമത്തിലെ ആ ബ്രോഡർ പെർസ്പെക്റ്റീവ്സ് നമ്മൾ വീണ്ടെടുക്കാൻ വേണ്ടി ഉള്ള ഉദ്യമങ്ങളിലേക്ക് സഭ പ്രവേശിക്കേണ്ട അത്യാവശ്യമാണെന്നാണ് എനിക്ക്. ഈ മാത്യു അച്ഛൻ മ്യൂട്ടാണ്. ബഹുമാനപ്പെട്ട ഏബ്രഹാം കുറുണ്ടച്ചൻ വളരെ വ്യക്തമായി വിശദമായി പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെ കുറിച്ച്, കുർബാനയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച്, അത് വിശ്വാസി എങ്ങനെ അനുഭവിക്കുന്നു, അതിൽ എന്ത് സംഭവിക്കണം, ക്രിസ്ത്യാനിക്ക് എന്ത് സംഭവിക്കണം, അതാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ അപ്പത്തിന് വീഞ്ഞിന് എന്ത് സംഭവിക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സഭയ്ക്ക് എന്ത് സംഭവിക്കണം, സ്വീകരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കണം, അവിടെയല്ലേ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന്റെ പ്രാധാന്യം. അത് വളരെ വ്യക്തമാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ആരാധനകൾ ആ രീതിയിൽ നീങ്ങട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് പ്രാർത്ഥനയും ആശീർവാദവുമുണ്ട്. 2 ചെറിയ കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, എന്റെ ചെറുപ്പത്തിലെ യുവനസഖ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കായംകുളം സെന്ററിൽ പള്ളിക്കപ്പള്ളിയിലെ വികാരിയായിരുന്ന കോശിയച്ഛൻ, ചുനക്കരക്കാരനാണ്. അച്ഛൻ്റെ ഞങ്ങളുടെ സെൻട്രൽ മീറ്റിംഗിൽ ഒരു വലിയ ചർച്ചയുണ്ടായി. പട്ടക്കാരും ആത്മാക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരും പുരോഹിത വർഗമാണ്. പിന്നെ എല്ലാവരും കൂടെ കയറി, ചാക്കോച്ചനും മറിയാമ്മയും തോമാച്ചനും എല്ലാവരും കൂടെ കയറി ഇവിടെ ഈ കുദാശ നിർവഹിക്കാനൊക്കാത്തതുകൊണ്ട് ഞങ്ങളെ ചിലരെ ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പറഞ്ഞത് വലിയ വെളിച്ചമായിരുന്നു അന്ന് കൂടിയിരുന്നവർക്ക് എല്ലാവർക്കും. അന്നത്തെ കാര്യമാണ് പറയുന്നത്. ഏകദേശം 72, 73, 74 ആ സമയത്തെ കാര്യം. ഇപ്പൊ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യാസമായി പോയി നമ്മുടെ ചിന്തകളെന്ന് ഞാൻ വിചാരിക്കും. അതുപോലെ തന്നെ അപ്പവീഞ്ഞുകൾ വാഴ്ത്തുമ്പോൾ അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസം എന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നത്. ആരാധന തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തന നിരതനാണ്. കർത്താവിന്റെ അദൃശ്യമായ സാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ നാം അനുഭവിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. അപ്പവീഞ്ഞുകൾ വാഴ്ത്തുമ്പോഴും അത് തന്നെയാണ്. നമുക്കറിയാം ഈ സ്വീകരിക്കുന്ന അപ്പം തന്നെയാണ്, വീഞ്ഞ് തന്നെയാണ്. എന്നാൽ നമ്മളത് കർത്താവിന്റെ ശരീരരക്തങ്ങളായിട്ട് നിത്യജീവന്റെ ദൈവരാജ്യത്തിന്റെ പങ്കാളിത്തത്തിന്റെ അനുഭവമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. കർത്താവ് എന്നിലും ഞാൻ കർത്താവിലും വസിക്കുന്ന ഒരു അനുഭവമായി യാഥാർത്ഥ്യമായി തീരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ്. അങ്ങനെ എന്ത് പറ്റി എന്ന് സാധാരണ സെമിനാർ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് കൂടുതൽ തങ്ങളുടെ വിഷയം ആഴത്തിൽ വിശദീകരിക്കത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട വിൽസൺ സാറ് ചോദിക്കുന്നതാണ്. ഇന്ന് ചോദിച്ച് ഞാൻ കണ്ടില്ല. ബഹുമാനപ്പെട്ട വിൽസൺ സാറിനോടുള്ളതായ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടും വളരെ അർത്ഥപൂർണമായ ഒരു ഡിസ്കഷൻസ് ആണ് നടത്തിയത്. നമുക്ക് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം. അന്ധമായി വിശ്വസിക്കുകയല്ല, നമുക്ക് നിരന്തരം ശോധന ചെയ്യുന്നതായ ഒരു വിശ്വാസവും അതിന്റെ ഒരു ചലനാത്മകതയും ഒക്കെ നമുക്ക് നിലനിർത്തുവാനായിട്ട് ശ്രമിക്കണം. അതാണ് സത്യത്തിൽ ഈ ഫോറത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും ആർക്കെങ്കിലും ഞാൻ ഇനിയും പ്രാർത്ഥനയും ആശീർവാദവും നടത്തുന്ന ആളുകളുണ്ട്, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ളവർക്ക് ശുഭരാത്രിയും ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് സുപ്രഭാതവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട വി.എ. ജേക്കബ് സാറ് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, പല സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൂടി വരുവാൻ പലവിധമായ വിഷയങ്ങളെ ചിന്തിപ്പാനൊക്കെ ഞങ്ങൾക്ക് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം കർത്താവെ ഇങ്ങനെയൊരു വിശുദ്ധ കുർബാനയെ പറ്റി ഞങ്ങൾക്ക് ആഴമായിട്ട് പഠിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശുദ്ധ കുർബാന എന്താണെന്നും അതിനെ ആഴത്തിൽ മനസ്സിലാക്കുവാനും
കർത്താവെ ഈ ഭൗതികമായ അർത്ഥതലങ്ങൾക്കപ്പുറം വിശാലമായ അതിൻ്റെ ആത്മീയ തലത്തിൽ മനസ്സിലാക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആചാരങ്ങൾക്കപ്പുറം വിശുദ്ധ കുർബാന ജീവനുള്ള യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ഒരു പ്രഖ്യാപനമായിട്ട് ഞങ്ങൾ ഈ സമയത്ത് ഗ്രഹിപ്പാനായിട്ട് ഇടയാക്കിയതോർത്ത് സ്തോത്രം. ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഏബ്രഹാം കുരുവിള അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പി മാത്യു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഞങ്ങളുടെ ഫോറം ഇത്രയും ഭംഗിയായി നടത്തുവാൻ എല്ലാ അവസരങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന ദൈവത്തിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആദ്യോടന്തം നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, വീണ്ടും കാണുവോളം നിന്റെ സാന്നിധ്യത്താൽ നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.